നമ്മൾ പഠിച്ച ഒരു കാര്യം, അതിന് പ്രധാനമായും നമ്മളെടുത്തത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ്. 1-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ് നമ്മളതിനെ കീ വേഴ്സായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 27-ാമത്തെ വാക്യം. അതിൽ തന്നെ ഒരു ഭാഗമാണ് ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. കൊലോസ്യർ 1:27. അപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ യൗകികമായ അനുഭവം, ഏതാണെങ്കിലും നമ്മുടെ ചുരുട്ടിയ മുഷ്ടിയോളം വലിപ്പമുള്ള ഒരു ഹാർട്ടിനകത്തേക്ക് യേശു കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹൃദയത്തിലേക്ക് കയറിയിരിക്കുന്നുള്ള അർത്ഥത്തിലല്ല, നമ്മിലേക്ക് എന്ന അർത്ഥത്തിലാണ് ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്നതായ പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. അവൻ നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ഒരു പ്രോജക്റ്റായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതൊന്ന് സാധിക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവം ചെയ്തത്. അതായത് യേശു എൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി യേശുവിന് സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് സംസർഗമെന്ന് പറയുമ്പോൾ അത് അന്യോന്യമുള്ള ഒരു കാര്യമാണ്, അല്ലാതെ ഒരു വൺ വേ കാര്യമല്ല. മറ്റ് മതങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തെ വിളിക്കുന്നു, നമുക്ക് വേണ്ടി വിളിക്കുന്നു. ആ ദൈവത്തിന് നമ്മളെ വലിയ അത്യാവശ്യമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇച്ചിരി കാണിക്ക കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ തരാമെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സംസർഗമാണ്, ഒരു സംസർഗം. അത് കുറഞ്ഞ ഒന്നും. അതുകൊണ്ടാണ് ഈ റിലീജിയനും യേശുക്രിസ്തുവിലുള്ള ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. ഇറ്റ് മേക്സ് ബിഗ് ഡിഫറൻസ് ഇസ് ജീസസ്. ഈ യേശുവായിട്ടുള്ള ഒരു സംസർഗമാണ് നമ്മളിവിടെ കാണുന്നതായ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. എന്നാൽ ഈ സംസർഗം സാധ്യമാകണമെങ്കിൽ അതിന് നമ്മളെ പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് നമ്മൾ കണ്ടു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായിരുന്നു. ആ മരിച്ചിരുന്നവരായ നമ്മെ അവൻ ഉയിർപ്പിച്ചു, അല്ലെങ്കിൽ അവനോട് കൂടെ നമ്മളെ ജീവിപ്പിച്ചു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം അവൻ്റെ കൂടെ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കേണ്ടതിനാണ്. ദൈവത്തിന് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്. മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനത മരുഭൂമിയിൽ വന്ന് പാപം ചെയ്തപ്പോൾ, അവർ വിഗ്രഹാരാധികളായപ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർ എന്ത് ചെയ്താലേ പറ്റുള്ളായിരുന്നു? ആ പാളയത്തിന് പുറത്ത് പോയി സമാധാന കൂടാരം അടിച്ചാലേ പറ്റുള്ളായിരുന്നു. അല്ലാതെ പാളയത്തിനകത്ത് പ്രാർത്ഥന നടത്തിയാൽ ആര് കയറി വരത്തില്ല, ദൈവം ഇറങ്ങി വരത്തില്ല. കാര്യം പാളയത്തിൽ പാപമായതുകൊണ്ട് പാളയത്തിനകത്ത് പ്രാർത്ഥന നടത്തിയാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ 40 ദിവസം ഉപവാസം എടുത്താലും നിങ്ങൾ പാപത്തിൻ്റെ പാളയത്തിലാണ് കഴിയുന്നതെങ്കിൽ ദൈവത്തിന് അവിടെ ഇറങ്ങി വരാൻ കഴിയില്ല. അതുകൊണ്ട് പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുക എന്നുള്ളത് ഈ ജൈജാൻറ്റിക് പ്രോജക്റ്റ്. എന്താണ് അതിൻ്റെ അവസാനത്തെ ലക്ഷ്യം? എന്താണ്? എൻ്റെ ഉള്ളിലേക്ക് യേശുവിന് കയറിയിരിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തിൻ്റെ സാധ്യതയ്ക്ക് വേണ്ടി, അത് സാധ്യമാക്കുന്നതിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? നമ്മളെയും നാം യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ അവനോട് കൂടെ ആക്കി. അതാണ് നമ്മൾ ഇന്നലെ എഫേസ്യ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചപ്പോഴും അവൻ ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. വി ആർ മെയ്ഡ് സിറ്റ് വിത്ത് ഹിം ഇൻ ഹെവൻ. അപ്പോൾ നമ്മളെ അന്ധകാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന്, കൊലോസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത എന്ന് പറയുമ്പോൾ, താഴെ ആ ഇരുട്ടിൻ്റെ അധികാരത്തിലേക്ക് ദൈവത്തിന് കടന്നു വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കടന്നു വരാം. പക്ഷേ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് സംസർഗം ഉണ്ടാക്കാൻ കഴിയുകയില്ല. ഞാൻ ഇനിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കർത്താവിൻ്റെ ലക്ഷ്യം നേടുവാനായിട്ട് കടന്നു പോകേണ്ടി വന്നതായ ആ പടവുകളാണ്. അതായത് യേശു ക്രിസ്തുവിനോട് ഒരുമിച്ചുള്ള നമ്മുടെ സഹവാസത്തിന് നമ്മളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് വീണ്ടും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രക്ഷയുടെ, നമ്മൾ പറയുന്ന വീണ്ടെടുപ്പിൻ്റെ, അതല്ലെങ്കിൽ ഒന്നുകൂടെ കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ദൈവമായിട്ടുള്ള സംസർഗത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടതിന് ഏതൊക്കെ പടവുകളിലൂടെ കടന്നുപോയി. നമ്മൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തമാക്കുകയും, അപ്പോൾ ഒരവകാശത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ അതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, ഈ അവകാശം അത് ആർക്കുള്ളതാണ്? വിശുദ്ധന്മാർക്കുള്ളതാണ്. അത് എവിടെ ഇരിക്കുന്നത്? വെളിച്ചത്തിലുള്ള അവകാശം. അതായത് ഇത് ലഭിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധരാകുകയും വേണം, നമ്മൾ വെളിച്ചത്തിൽ ചെല്ലുകയും വേണം. ഒന്നുകൂടി, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ, ഇത് അവകാശമാക്കണമെങ്കിൽ ഇരുട്ടിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിൽ കടക്കണം,
ആ വെളിച്ചത്തിൽ കടന്നാലും പോരാ, നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. കാര്യം ഈ അവകാശം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഈ മഹാ ഇൻഹെറിറ്റൻസ് നമുക്ക് സാധ്യമാകണമെങ്കിൽ, നമുക്ക് പ്രാപ്യമാകണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കണം. ആ വെളിച്ചത്തിൻ്റെ രാജ്യത്തിൽ കടന്നാൽ മാത്രം പോലെ നമ്മൾ വിശുദ്ധരാവുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ കഴിയുമ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇൻഹെറിറ്റൻസ് നമുക്ക് ശരിയായ നിലയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത്. അതിനകത്ത് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ, അതായത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കുന്നു, നമ്മെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുന്നു, ആ രാജ്യത്തിൽ നമ്മൾ വിശുദ്ധിയിൽ വളരുന്നു. ഇതെല്ലാം ഒരുപോലെ നടന്നാലേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് മുന്നോട്ട് കടക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമായിരിക്കുന്നത്. അവിടെയാണ് സാൽവേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വീണ്ടെടുപ്പിൽ നിന്നാണ് രക്ഷ തുടങ്ങുന്നത്. രക്ഷ എന്ന് പറയുന്നത് ഒരു തുടർച്ചയായ കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ രക്ഷ എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യം അല്ല, അതൊരു തുടക്കമാണ്. നമ്മൾ കർത്താവിൻ്റെ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് തന്നെ രക്ഷയുടെ തുടക്കമാകുന്നതേ ഉള്ളൂ. ആ രക്ഷ പുറത്ത് കടന്നേച്ച് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കിട്ടുന്നില്ല. ഞാൻ ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തോന്നിവാസം നടക്കുകയാണെങ്കിൽ പിന്നെയും ഞാൻ ഇരുട്ടിൽ തന്നെയാണ്, അല്ലാതെ ഞാൻ വെളിച്ചത്തിലേക്ക് കടന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ആ പ്രോസസ്സ്, ആ മുന്നോട്ടുള്ള യാത്രയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. അവിടെയാണ് ഈ പറയുന്ന വാക്യങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഈ വാക്യങ്ങൾ പതിഞ്ഞു കിടക്കണം. അതിക്രമങ്ങളാലും പാപങ്ങളാലും ആത്മാവിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും ഞാൻ മരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് ശവക്കുഴിയിലാരും കൊണ്ട് ഇട്ടില്ല. ഞാനിവിടെ ഭൂമിയിൽ എൻ്റെ കയ്യും കാലും ഒക്കെ ചലിക്കുന്നുണ്ട്, ഞാൻ എനിക്ക് തോന്നുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം നോക്കുമ്പോൾ ഞാൻ ദൈവത്തിന് മരിച്ചവനാണ്. എൻ്റെ ആത്മാവ് മരിച്ചതാണ്. ദൈവത്തോട് പ്രതികരിക്കുന്ന ഒരു ആത്മാവ് എനിക്ക് ഇല്ല. അതാണ് ഞാൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നമ്മെ അവൻ വീണ്ടെടുത്തത് എങ്ങനെയാണ്? അതിന് പല സ്റ്റെപ്സ് ഉണ്ട്. ആ വീണ്ടെടുത്ത് രക്ഷിച്ച് നമ്മെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള അവകാശത്തിന് നമ്മെ പ്രാപ്തമാക്കുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ പല സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റെപ്പുകളുടെ ഒരു പ്രത്യേകത, അതിനകത്ത് പല കാര്യങ്ങളും ഞാൻ അറിയാതെ തന്നെ നടന്ന സ്റ്റെപ്പുകളാണ്. അതായത് ഇതൊന്നും ഞാൻ അറിഞ്ഞു പോലുമില്ല. ദൈവം എടുത്ത പല സ്റ്റെപ്പും ഞാൻ അറിഞ്ഞിട്ടില്ല. അതെനിക്ക് ഹിഡൻ ആയിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അറിയത്തക്ക രീതിയിൽ ഞാൻ ദൈവത്തോട് കണ്ണ് തുറന്നിരുന്നില്ല. ഞാൻ കണ്ണ് തുറക്കാതിരുന്നപ്പോഴും, അഥവാ ദൈവം എനിക്ക് വേണ്ടി എടുത്ത പല സ്റ്റെപ്പുകളും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഓൾ ദോസ് സ്റ്റെപ്സ് വർ ഹിഡൻ സ്റ്റെപ്സ്. അതിലൊന്നാമത്തെ കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നു, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം നിമിത്തം. ഇത് നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? നമ്മൾ അറിഞ്ഞപ്പോഴാണോ കർത്താവ് നമ്മളെ സ്നേഹിച്ചത്? അല്ല, ഇല്ലേ? മരിച്ചു കിടന്ന് അവൻ എന്നെ സ്നേഹിച്ചു. നരകത്തിലേക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, തടിയൊക്കെ എന്താണ്? തടി ജീവനോടെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന തടിയാണെങ്കിൽ ആ തടി അവിടെ തന്നെ നിൽക്കും. പക്ഷേ ജീവനില്ലെങ്കിൽ എന്ത് ചെയ്യും? താഴെ വീണ് കഴിഞ്ഞാൽ, വെള്ളത്തിനകത്ത് വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതങ്ങ് ഒഴുകി പോവുകയാണ്. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തടി പോലെ, മഹാസമുദ്രത്തിലേക്ക് ഒഴുകുന്ന ഒരു തടി പോലെ മഹാനരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ഈ സാജു പോലും അറിയാതെ ദൈവം സ്നേഹിച്ചു. ഞാൻ അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്നേഹം എവിടുന്നാണ് തുടങ്ങുന്നത്? ഞാൻ കർത്താവിനെ അംഗീകരിച്ച്, കർത്താവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് കൈ ഉയർത്തി പിടിച്ച് പറഞ്ഞപ്പോഴൊന്നും അല്ല ദൈവം എന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചതുകൊണ്ട്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. സോ എപ്പോഴാണ് കർത്താവ് സ്നേഹിച്ചു തുടങ്ങിയത്? ഞാൻ പാപമൊക്കെ വിട്ടിട്ട് കർത്താവെ ഞാനൊരു നല്ല പൈതലായി ജീവിച്ചോളാമെന്ന് പറഞ്ഞപ്പോഴല്ല അവൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. ഈവൻ വെൻ ഐ വാസ് എ സിന്നർ ഗോഡ് ലവ്ഡ് മീ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മരിച്ച് നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന എൻ്റെ ദൈവത്തോട് മറുതലിച്ച് ദൈവ സംസർഗം വിട്ട്, ദൈവത്തിൻ്റെ രാജ്യം വിട്ട് നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന എന്നെ, ആ ഒഴുക്കിനകത്ത് ഞാൻ പെട്ടുകിടക്കുമ്പോഴും ആരെന്നെ സ്നേഹിച്ചു? കർത്താവ് എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതായ കാര്യം എന്ന് പറയുന്നത്. ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കുറച്ചുകൂടെ ആ ഒരു ഭാഗം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. അടുത്തത് ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെയാണെന്നല്ല, അതിനു മുമ്പ് എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം. എൻ്റെ ജനനം മുതൽ. അപ്പം ജനനത്തിൽ ഞാൻ പാപിയോ അല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ, ഇല്ലല്ലോ, അല്ലേ?
ഞാൻ ജനിച്ച സമയത്ത് ഞാൻ ദൈവത്തെ അംഗീകരിക്കില്ലയോ, പാപിയാണോ, ഇതൊന്നും ആലോചിക്കാതെ ഈവൻ ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് മൈ ബർത്ത് വെൻ ഇറ്റ് വാസ്, അവിടെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഹൂ സെപ്പറേറ്റഡ് മീ ഫ്രം മൈ മദേഴ്സ് വൂംബ്, എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ എന്ന് പറയുകയാണ്. അതായത് ഞാൻ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നതിന് മുമ്പേ തന്നെ ദൈവം എന്നെ സ്നേഹിച്ചു. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അതിനപ്പുറത്തോട്ട് സ്നേഹിക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല. നമ്മൾ നമ്മുടെ പിള്ളേരെയൊക്കെ സ്നേഹിക്കുന്ന എപ്പോഴാണ്? എന്താണെങ്കിലും ജനിച്ച് കഴിയുമ്പോഴാണ് നമുക്കിതിനോട് സ്നേഹമൊക്കെ തോന്നുന്നതെങ്കിലും. അല്ലാതെ നമ്മളിപ്പം നമുക്ക് ഒരു ആനന്ദമൊക്കെ തോന്നുമായിരിക്കും. ഞാനൊരു കുഞ്ഞിൻ്റെ അപ്പനാകാൻ പോകുന്നു, അമ്മയാകാൻ പോകുന്നു, നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ആ കുഞ്ഞിനെ സ്നേഹിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനെ കാണുകയെങ്കിലും വേണം. അല്ലാതെ ഞാൻ പറഞ്ഞാൽ അതിനോട് ദ്വേഷമൊന്നും തോന്നിയില്ലെങ്കിലും നമ്മുടെ മനുഷ്യൻ്റെ കപ്പാസിറ്റിയുടെ അങ്ങേ അറ്റം എവിടം വരെയാണ്? ജനനം മുതൽ നമുക്കൊരു പക്ഷേ സ്നേഹിക്കാൻ പറ്റും. അവനിപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ തന്നെ ചിലപ്പോൾ നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹം ഉണ്ടാകും. പക്ഷേ ജനനത്തിന് അപ്പുറത്തോട്ടുള്ള സ്നേഹം നമുക്ക് പലപ്പോഴും കഴിയില്ല. എന്നാൽ കർത്താവ് എൻ്റെ ജനനം മുതൽ എന്നെ സ്നേഹിച്ചു. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനനം മുതൽ അല്ലെന്നേ, അതിന് മുമ്പേ തൊട്ട് തന്നെ സ്നേഹിച്ചെന്നാണ് യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് യെരമ്യാവിനോട് പറയുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്, ജെറമ്യ ചാപ്റ്റർ 1 നമ്മൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നോക്ക്, എന്താണെങ്കിലും നമുക്ക് അത് പറ്റുന്ന കാര്യമല്ല. ഉദരത്തിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ് നമുക്ക് എന്തുവാ ഒരു ഇച്ചിരി സ്നേഹമൊക്കെ നമുക്ക് അങ്ങോട്ട് എത്രയെങ്കിലും അല്ലെങ്കിൽ ഒരു സന്തോഷമെങ്കിലും. അതിനു മുമ്പോ നമുക്കറിയില്ല. പക്ഷേ കർത്താവ് യെരമ്യായുടെ പ്രവചനം 1-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിനെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നോക്ക്, നമ്മൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നമുക്ക് ഡോക്ടറാക്കാനോ ഒക്കെ വളർത്തുന്ന അല്ലേ, നമ്മൾ അതിനൊന്നും ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ മാക്സിമം ജനിക്കുമ്പം തൊട്ട് ഈ കൊച്ചിനെ എന്തോ ചെയ്യണമെന്നൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വളർത്തുന്നൊക്കെ കാണും. പക്ഷേ കർത്താവ് പറയുകയാണ്, നീ ആരാകണമെന്നൊക്കെ ഞാൻ എപ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചു. കാര്യം ഞാൻ നിന്നെ സെപ്പറേറ്റ് ചെയ്തത്, ഞാൻ നിന്നെ ഉരുവാക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ നീയുമായിട്ടൊരു കവനൻ്റ് ഉണ്ടാക്കിയെന്നാണ്. അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വീണ്ടും എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക്, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ചേട്ടാ, അങ്ങോട്ടൊക്കെ പോകാതിരിക്കാതെ കാര്യം നമുക്കിതൊന്നും തലയിൽ കയറുന്ന കാര്യം പോലും അല്ല അല്ലേ. നമുക്ക് തലയിൽ പോലും, അതായത് ഈവൻ ബിഫോർ ദ വേൾഡ് വാസ് ഫൗണ്ട്, അതിന് മുമ്പേ ദൈവം എന്ത് ചെയ്യുന്ന അവനിൽ തിരഞ്ഞെടുത്തുന്ന. അതിനു മുമ്പേ കർത്താവ് അറിഞ്ഞും തന്നെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ഹി ചോസ് അസ് ഇൻ ഹിം ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ഹി ചോസ് അസ്. അതിനു മുമ്പ് ഞാൻ ജനിച്ചില്ല, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായില്ല, എൻ്റെ അമ്മ പോലും ഉരുവായില്ല, എൻ്റെ അമ്മുമ്മയുടെ അമ്മുമ്മയും ഉരുവായിട്ടില്ല, ഭൂമി പോലും ഉണ്ടായില്ല. അതിനും മുമ്പ് കർത്താവ് എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു എന്ന് ആണ് പറയുന്നത്. തിരഞ്ഞെടുത്തു. അപ്പോഴാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജൈജാൻറ്റിക് പ്രോജക്റ്റാണെന്ന് പറയാൻ കാര്യം അല്ലേ. യുഗങ്ങൾ നീളുന്നതായ ഒരു വലിയ പ്രോജക്റ്റാണിത്. ദൈവം നമ്മെ സ്നേഹിച്ചു തുടങ്ങിയത് പുതിയ നിയമം തുടങ്ങിയപ്പോൾ തൊട്ടല്ല. ചില ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, പഴയ നിയമത്തിലെ ദൈവം ഒരു ക്രൂരനായ ദൈവമായിരുന്നു, പുതിയ നിയമത്തിൽ വന്നപ്പോഴാണ് ദൈവത്തിന് ഇച്ചിരി സ്നേഹമൊക്കെ ഉണ്ടായി തുടങ്ങിയതെന്ന്. ഞാൻ പലപ്പോഴും മാർക്ക് ട്വൈൻ്റെ ഒരു ഉദാഹരണം പറയാറുണ്ട്. മാർക്ക് ട്വൈൻ തമാശ കൂട്ടി പറയുന്ന ഒരാളാണെല്ലാം. മാർക്ക് ട്വൈൻ്റെ ഒരു ഉദാഹരണം മാർക്ക് ട്വൈൻ പറഞ്ഞതെന്നറിയാമോ? വെൻ ഐ വാസ് 14 years old, മൈ ഫാദർ വാസ് ഇഗ്നറൻറ്റ്, ഹി കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ യൂസ് ടു സേ. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പന് ഒരു വിവരമില്ലായിരുന്നു, ഞാൻ എന്താ പറഞ്ഞാൽ അങ്ങേർക്ക് മനസ്സിലാകത്തില്ല. വെൻ ഐ ബിക്കെയിം 35, മൈ ഫാദർ ലേൺഡ് എ ലോട്ട്. ഞാൻ 35 വയസ്സായപ്പോൾ എൻ്റെ അപ്പൻ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പഠിച്ചു. അന്നേരം ഞാൻ എന്തോ പറഞ്ഞാലും, അപ്പന് 35 വയസ്സായപ്പോഴല്ല, മാർക്ക് ട്വൈന് 35 വയസ്സായപ്പോൾ അപ്പൻ ഒത്തിരി പഠിച്ചെന്ന്. അതായത് ഇപ്പം മാർക്ക് ട്വൈൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പന് മനസ്സിലാകും. ആർക്കാ വ്യത്യാസം ഉണ്ടായത്? അപ്പന് വ്യത്യാസം ഉണ്ടായെന്നാണ് മാർക്ക് ട്വൈൻ പറയുന്നത്. പക്ഷേ ശരി, സത്യം എന്താണ്? മാർക്ക് ട്വൈന് വ്യത്യാസം ഉണ്ടായി. ഇതുപോലെ ദൈവം പുതിയ നിയമത്തിൽ വന്നപ്പം കുറച്ച് വ്യത്യാസം ഉണ്ടായെന്ന് ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ട്. അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങളില്ല, അവനെന്നും സ്നേഹമാണ്. ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വന്നപ്പോഴല്ല, ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് ഒരു സനാതനമായ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതായ ഒരു സത്യമാണ്.
ഹി വാസ് ലവിങ് അസ് ഈവൻ ബിഫോർ ഹി ഫൗണ്ടഡ് ദ വേൾഡ്. ലോകത്തെ അവൻ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്തു? അവൻ എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അതായത് അന്ന് തന്നെ ദൈവം എല്ലാം പ്ലാൻ ചെയ്തിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്താൻ, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാവ് എ യൂണിയൻ വിത്ത്, ഫോർ മൈ യൂണിയൻ ഓർ എ യൂണിയൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ വിത്ത് ക്രൈസ്റ്റ്, ഒരു വിശുദ്ധൻ്റെ യേശുക്രിസ്തുവുമായുള്ള സംസർഗമെന്ന് പറയുന്ന ഈ വലിയ ദൈവത്തിൻ്റെ പ്ലാൻ, പ്രോജക്റ്റ്, അഥവാ ഇവിടെ പോൾ പറയുന്ന മർമ്മം, കർത്താവ് അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയത് ലോകസ്ഥാപനത്തിന് മുമ്പേ ആണ് എന്ന് തന്നെയല്ല, ആ പ്രോജക്റ്റ് റിയലൈസ് ചെയ്തത് ഇപ്പോഴായിരിക്കാം, പക്ഷേ ഇത് റിയലൈസ് ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും അനാദി കാലം മുതൽ അവൻ പ്ലാൻ ചെയ്തു. കാര്യം അവൻ്റെ മനസ്സിൻ്റെ സ്വപ്നമായിരുന്നത്, ദൈവത്തിൻ്റെ മനസ്സിൽ അത് അനാദി കാലം മുതൽ തന്നെ ദൈവം അത് സ്വപ്നം കണ്ടെന്ന് പറയുന്ന വാക്ക് മാനുഷികമായ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്, അല്ലാതെ ദൈവം എന്താണ് ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല. ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം, മോഹം എന്നുള്ള അർത്ഥത്തിലാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോഴും നമ്മൾ കാണുന്നുണ്ടല്ലോ, ദൈവത്തിന് തൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്തുണ്ട്? ഒരാശയുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ ഈ ഡ്രീം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാഡ് ഹാസ് എ ഡ്രീം അബൌട്ട് ഈച്ച് പേഴ്സൺ. നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്. നമുക്ക് സ്വപ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇപ്പം നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണ് വിഷയം. പക്ഷേ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നമാണ്, അല്ലാതെ എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നമല്ല വലിയ കാര്യം. കാര്യം എനിക്ക് എത്ര സ്വപ്നം കണ്ടാലും ഇത്രയൊക്കെ കാണാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിന് അനുയോജ്യമായ നിലയിൽ ഞാനും ദൈവവും, ഞാനും ക്രിസ്തുവും ഒരുമിച്ച് കൂടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ സ്വപ്നം കണ്ടെന്ന, അതായത് ഞാനും ക്രിസ്തുവും കൂടെ ഒരുമിച്ച് നടക്കുന്നതും, ഞാനും ക്രിസ്തു എന്നിലും ഞാൻ ക്രിസ്തുവിലും വസിക്കുന്നതും, അതായത് യേശുവുമായിട്ട് ഇന്ന് എനിക്കുള്ള സംസർഗമുണ്ടല്ലോ, ആ സംസർഗമൊക്കെ ലോകമുണ്ടാകുന്നതിന് മുമ്പേ തന്നെ ദൈവം അവൻ്റെ മാസ്റ്റർ പ്ലാനിൽ വരച്ചു വെച്ചിരുന്നു, ഇല്ലേ? അതിൻ്റെ റിയലൈസേഷന് വേണ്ടിയാണ്. എന്തിനാണ് ദൈവം സൃഷ്ടി നടത്തിയെന്ന് ചോദിച്ചാൽ അതുപോലും എന്തിനു വേണ്ടിയാണ്? അതാണ് ഇതുകൊണ്ട് മർമ്മം എന്ന് പറയുന്നത്. ഞാനും യേശുവും കൂടെ വർത്തമാനം പറഞ്ഞ് നടക്കാൻ വേണ്ടിയാണ്. ഞാനും യേശുവും തമ്മിൽ സംസർഗം നടത്തുന്നതിനാണ്. ഞാനും യേശു എന്നിലും ഞാൻ അവനിലും വസിക്കുന്നത് കാണാൻ വേണ്ടിയാണ് അവൻ സൃഷ്ടി തന്നെ നടത്തിയത്. അല്ലെങ്കിൽ സൃഷ്ടി പോലും നടക്കേണ്ട കാര്യമില്ല. വൈ ഗാഡ് ക്രിയേറ്റഡ്, വൈ ഹി വാസ് ഇൻവോൾവ് വിത്ത് ക്രിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താ ഉത്തരം എന്നറിയാമോ? ബിക്കോസ് ഹി ഹാഡ് എ ഡ്രീം. എന്ത് ഡ്രീം? സാജു യേശുവിൻ്റെ കൂടെ നടക്കുന്നത്, അല്ലെങ്കിൽ എബി യേശുവിൻ്റെ കൂടെ നടക്കുന്നതൊക്കെ ദൈവം സ്വപ്നം കണ്ടു. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ എന്നെ സൃഷ്ടിച്ചാലേ പറ്റുള്ളൂ. അതായത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളൊക്കെ യേശുവിൻ്റെ കൂടെ നടക്കുന്നത് ആര് സ്വപ്നം കണ്ടു? ദൈവം സ്വപ്നം കണ്ടു. പക്ഷെ അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ സൃഷ്ടിക്കണം, അല്ലേ? അപ്പോൾ മനുഷ്യ സൃഷ്ടി തന്നെ ഈ പ്രോജക്റ്റിൻ്റെ ഒരു റിയലൈസേഷന് വേണ്ടി ദൈവം ചെയ്ത കാര്യമാണ്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, മനുഷ്യനെ സൃഷ്ടിച്ചാൽ അവൻ എന്തൊക്കെ വേണോ അതെല്ലാം ദൈവം സൃഷ്ടിച്ചു. അതാണ് വാസ്തവത്തിൽ അവൻ എന്താണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന ആ 6 ദിവസത്തെയും സൃഷ്ടികളെല്ലാം ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. ഓക്കെ, മനുഷ്യനെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ട്. ഗാഡ് ക്രിയേറ്റഡ് എവറിഥിങ് ഫോർ മാൻ ആൻഡ് ഗാഡ് ക്രിയേറ്റഡ് മാൻ ഫോർ ഹിംസെൽഫ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ? ഗാഡ് ക്രിയേറ്റഡ് എവറിഥിങ് ഫോർ മാൻ. സകലവും ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. ആൻഡ് മനുഷ്യനെ ആർക്ക് വേണ്ടി സൃഷ്ടിച്ചു? ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ആ ദൈവത്തിൻ്റെ ആ ജ്ഞാനമൊന്ന് ആലോചിച്ച് നോക്കുക. ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ. ദൈവം മനുഷ്യനെ അവന് വേണ്ടി സൃഷ്ടിച്ചു, ബാക്കിയെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. എന്തിനാ? ഏറ്റവും ഒടുവിൽ ഈ സൃഷ്ടി എല്ലാം നടത്തി എന്തിനാണെന്നറിയാമോ? യേശുവും നമ്മളും ഒരുമിച്ച് വസിക്കണം. ഞാൻ യേശുവിലും, അല്ലെങ്കിൽ നമ്മൾ യേശുവിലും, യേശു നമ്മളിലും വസിക്കണം. ഇതായിരുന്നു മറഞ്ഞു കിടന്നതായ മർമ്മം. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ. അതുകൊണ്ടാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ അവൻ നമ്മളെ സ്നേഹിച്ചു. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ അവൻ നമ്മളെ സ്നേഹിച്ചു. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവൻ നമ്മളെ നിയോഗിച്ചു. എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ചെല്ലാം അവൻ പ്ലാൻ ചെയ്തു. അവൻ്റെ മാസ്റ്റർ പ്ലാൻ. ഇതെല്ലാം നടന്നത് അവൻ്റെ സ്നേഹത്തിൽ നിന്നാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടുമല്ല. കാര്യം ഞാൻ അവൻ്റെ കൂടെ നടന്നതുകൊണ്ട് അവന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നും നേടാനില്ല. ഇറ്റ് ഈസ് ഓൺലി ലവ്, സ്നേഹം, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൽ സ്നേഹമല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവം കരുണയാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ദൈവത്തിന് കരുണയുണ്ട്. ദൈവം കരുണയാകുന്നു പറഞ്ഞിട്ടില്ല.
പക്ഷേ ദൈവം സ്നേഹമാകുന്നു എന്നാണ് പറയുന്നത്. കരുണയാകുന്നു എന്ന് പറയുമ്പോൾ ആ കാരുണ്യവാനായ ദൈവം തന്നെ ചിലപ്പോൾ തീക്ഷ്ണവാനായ ദൈവവും ആകുന്നുണ്ട്. പക്ഷേ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്നേഹമല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അവനിൽ നിന്ന് വേറെ ഒന്നും പുറത്തു വരില്ല. ദൈവം കരുണയുള്ളവനാണെങ്കിലും അവൻ തീക്ഷ്ണവാനായ ദൈവമായതുകൊണ്ട് പാപം ചെയ്യുന്നവനെ ശിക്ഷിക്കുന്നവനും കൂടിയായ ദൈവമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാണ്. ദൈവം കരുണയുള്ളവനാണ്, പക്ഷേ ദൈവം സ്നേഹമുള്ളവനാണെന്നല്ല എഴുതിയിരിക്കുന്നത്. ദൈവം സ്നേഹമാണ്, അതല്ലാതെ വേറെ ഒന്നും അവനിലില്ല. അവൻ എന്ത് ചെയ്താലും അത് സ്നേഹത്തിൽ നിന്നാണ്. ഇനി ഒരു പരിധി വരെ അവൻ ശിക്ഷിച്ചാൽ പോലും അത് സ്നേഹത്തിൽ നിന്നാണ്. എന്ത് ചെയ്താലും അവൻ സൃഷ്ടി നടത്തിയത് സ്നേഹത്തിൽ നിന്നാണ്. സൃഷ്ടി നടത്തിയവൻ മനുഷ്യനെ ദൈവം സ്നേഹത്താൽ സൃഷ്ടിച്ചു. എന്നെ യേശു സ്നേഹത്താൽ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്താലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ സൃഷ്ടിച്ചവനെ ഞാൻ സ്നേഹിച്ചില്ല. ഇവിടെയാണ് പാളിച്ചകൾ തുടങ്ങുന്നത്. അവൻ്റെ സ്നേഹത്തെ ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ അവൻ്റെ സ്നേഹത്തിൽ നിലനിന്നില്ല. അവൻ എന്നെ സ്നേഹിച്ച് എന്നെ സൃഷ്ടിച്ചു, പക്ഷേ സൃഷ്ടിച്ചവനെ ഞാൻ സ്നേഹിച്ചില്ല. ഞാൻ വഴി തെറ്റി. അതല്ലെങ്കിൽ ഞാൻ വഴി തെറ്റിയെന്ന് പറയുന്നതിനേക്കാൾ ഉപരി തെറ്റായ വഴി ഞാൻ തിരഞ്ഞെടുത്തു. ഞാൻ മറ്റൊരു വഴിക്ക് പോയി. ഞാൻ പാപിയായി തീർന്നു, ഞാൻ അഭക്തനായി തീർന്നു. ഞാനത് ചൂസ് ചെയ്തതാണ്. അങ്ങനെ ഞാൻ പാപം ചെയ്തപ്പോൾ, വഴി തെറ്റിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? അപ്പോഴും ദൈവം സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം സ്നേഹം തന്നെയെന്ന്. അവനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വഴി തെറ്റിയവനെയും ദൈവം എന്ത് ചെയ്തു? സ്നേഹിച്ചു. അല്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്തതിന് എല്ലാവരും ഒന്നുപോലെ, നാം എല്ലാവരും തെറ്റിപ്പോയ ആടുകളെ പോലെ ആയിരുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ വഴി തെറ്റിയ ആരെയും അവൻ സ്നേഹിക്കുന്നില്ലായിരുന്നെങ്കിൽ അവൻ ആരെ സ്നേഹിക്കാൻ പറ്റുമായിരുന്നു? എല്ലാവരും വഴി തെറ്റി. പക്ഷെ വഴി തെറ്റിയവരെയും അവൻ സ്നേഹിച്ചു എന്നുള്ളതാണ് അവൻ്റെ മാഹാത്മ്യം. എന്നാൽ അതിനപ്പുറത്ത് നമ്മളെ കുഴയ്ക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ വഴി തെറ്റുമെന്ന് അറിഞ്ഞിട്ടും അവൻ സ്നേഹിച്ചല്ലോ. അല്ല, അബദ്ധം പറ്റിയതല്ലല്ലോ. ഏതാ ദൈവം മനുഷ്യൻ നന്നായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചൊടി പിന്നെ എന്തോ ചെയ്യാനാ സൃഷ്ടിച്ച് കഴിയുകയും ചെയ്തു. ആകപ്പാടെ ഒരബദ്ധം, ദൈവത്തിന് അബദ്ധം പറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ വഴി തെറ്റുമെന്നറിഞ്ഞിട്ടാണ്, വഴി തെറ്റുമെന്നും കൂടെ അറിയാമായിരുന്നിട്ടും അവൻ നമ്മളെ സൃഷ്ടിച്ചു. അത് തന്നെ ചെയ്തത് എന്തുകൊണ്ടാണ്? സ്നേഹത്തിൽ. എന്താണെന്നറിയാമോ? ദൈവം ചിന്തിച്ചു അവൻ വഴി തെറ്റും, പക്ഷേ വഴി തെറ്റിയാലും ഞാൻ അവനെ സ്നേഹിക്കും എന്ന് ദൈവം അങ്ങ് തീരുമാനിച്ചു. അവൻ വഴി തെറ്റുമെന്നറിയായിരുന്നു, പക്ഷേ അന്നേരം കർത്താവ് എന്ത് പറഞ്ഞു? വഴി തെറ്റും, പക്ഷേ വഴി തെറ്റിയാലും ഞാൻ അവനെ സ്നേഹിക്കും. വഴി തെറ്റിയാൽ അവനോട് പിണങ്ങുമെന്നായിരുന്നു ദൈവം ചിന്തിച്ചതെങ്കിൽ ദൈവം ഒരു പക്ഷേ എന്ത് ചെയ്യത്തില്ലായിരുന്നു? സൃഷ്ടിക്കത്തില്ലായിരുന്നു. മനുഷ്യൻ പാപം ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും ദൈവം എന്താ സൃഷ്ടിച്ചതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ ഉത്തരം. അവൻ സ്നേഹമാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു അവൻ വഴി തെറ്റിയാലും ഞാൻ അവനെ സ്നേഹിക്കും. വഴി തെറ്റുമെന്നറിഞ്ഞിട്ടും അവൻ നമ്മളെ സ്നേഹിച്ചു. അതുകൊണ്ട് എന്താണ്? വഴി തെറ്റിയപ്പോഴും അവൻ്റെ സ്നേഹത്തെ വിട്ടുകളഞ്ഞില്ല. കാരണം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു വഴി തെറ്റുമ്പോൾ വീണ്ടെടുക്കാം. കുറച്ചുകൂടെ പണി കൂടുമെന്നുള്ളതേ ഉള്ളൂ, പക്ഷേ എന്നാലും അത് ചെയ്തു കളയാം, അവനെ വീണ്ടെടുക്കാം. അതാണ് വാസ്തവത്തിൽ സൃഷ്ടിക്കാനുള്ള തീരുമാനമല്ല സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നത്. അതിനപ്പുറത്ത് സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നത് വീണ്ടെടുക്കാമെന്ന തീരുമാനമാണ്. എന്തുകൊണ്ടാണ്? ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. സൃഷ്ടിക്കാനുള്ളൊരു വാക്ക് മതിയായിരുന്നു, പക്ഷെ വീണ്ടെടുക്കാൻ അവന് രക്തമൊഴുക്കേണ്ടി വന്നു. എന്നിട്ടും അവൻ സ്നേഹിച്ച് സൃഷ്ടിച്ചു. സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം വീണ്ടെടുപ്പ് പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ദൈവം സൃഷ്ടിച്ച് അത് കഴിഞ്ഞിട്ട് പാപമൊക്കെ ചെയ്തപ്പം ഇനി എന്തോ പരിപാടി എന്ന് 3 പേരും കൂടി ഇരുന്ന് ആലോചിച്ചൊരു തീരുമാനം എടുത്തതല്ല. സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം വീണ്ടെടുപ്പ് പ്ലാൻ ചെയ്തിരുന്നു. കാരണം സൃഷ്ടിക്കുന്ന മനുഷ്യൻ വഴി തെറ്റുമെന്നുള്ളത് ദൈവം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടെടുപ്പ് അവൻ പ്ലാൻ ചെയ്തു. മാനുഷികമായി ചോദിക്കുകയാണെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചിരുന്ന് ആലോചിക്കുകയാണ്, നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം അല്ലേ, എന്നാലല്ലേ അവനിൽ നമുക്ക് വസിക്കാൻ കഴിയുള്ളൂ, നമുക്ക് അവനുമായിട്ടൊരു സംസർഗം ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ അവനെ സൃഷ്ടിക്കണമല്ലോ. അപ്പോൾ ഒരു പക്ഷേ ഒരു ഡിസ്കഷനകത്ത് തോന്നി അവൻ പാപം ചെയ്യുമല്ലോ, അപ്പം പിന്നെ എങ്ങനെ സംസർഗം ഉണ്ടാകുന്നത്? ഉടനെ ദൈവിക തൃത്വത്തിലെ ആ ഡിവൈൻ കൗൺസിൽ കൂടിയിട്ട് പറയാണ്, ശരി അവൻ പാപം ചെയ്യും, പക്ഷേ പാപം ചെയ്യുമ്പോൾ നമുക്ക് അവനെ വീണ്ടെടുക്കാം. ഉടനെ ഒരു പക്ഷേ പിതാവ് പറഞ്ഞു കാണും, വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, സൃഷ്ടിക്കാൻ നമുക്ക് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. എന്താ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, അത് ഭയങ്കര ഒരു പദ്ധതിയാണ്. എന്നെ പുത്രൻ പറഞ്ഞു, സാരമില്ല, ഞാൻ എൻ്റെ രക്തം കൊടുത്ത് അവനെ വീണ്ടെടുത്തോളാം. അതും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് കർത്താവ് സൃഷ്ടി നടത്തിയത്.
അതും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ്. അതായത് തെറ്റിപ്പോകുന്ന മനുഷ്യനെ രക്തം കൊടുത്ത് വീണ്ടെടുക്കാമെന്നും കൂടെ ഉറപ്പുള്ളത് കൊണ്ടാണ് കർത്താവ് സൃഷ്ടി നടത്തിയത് തന്നെ. അല്ലെങ്കിൽ കർത്താവ് സൃഷ്ടി നടത്തത്തില്ലായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം വീണ്ടെടുപ്പ് പ്ലാൻ ചെയ്തിരുന്നു. എല്ലാം അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അവൻ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ട്. അവൻ വീണ്ടെടുത്തതോ സ്നേഹം കൊണ്ട്. ദി ക്രിയേഷൻ വാസ് ആൻ ആക്ട് ഓഫ് ലവ് ആൻഡ് ഈവൻ ദ റിഡംഷൻ വാസ് ആൻ ആക്ട് ഓഫ് ലവ്. പക്ഷേ ക്രിയേഷൻ അവൻ കൊടുത്ത വിലയുടെ ക്രിയേഷൻ എന്താ വിലയാണ് കൊടുത്തത്? കർത്താവ് സർവ ശക്തനായ ദൈവത്തിന് സർവ്വം സൃഷ്ടിക്കാൻ ഒരു വാക്ക് മതിയായിരുന്നു. പക്ഷേ അതിലല്ല ദൈവത്തിൻ്റെ മഹത്വം. അതിനകത്ത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ബീയിങ്ങിൻ്റെ മഹത്വം നമ്മൾ കാണുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ക്യാരക്ടറിൻ്റെ മഹത്വം നമ്മൾ കാണുന്നത് രണ്ടും രണ്ടാണ്. ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ബീയിങ് ഉണ്ട്. അതായത് ദൈവത്തിൻ്റെ സ്വത്വം അല്ലെങ്കിൽ ദൈവം ആരാണ്. ഇപ്പം സാംസൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ദൈവം ആരാണ് എന്നതോർത്ത് നമ്മൾ സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങളുണ്ട്. അതിന് പറയുന്നത് അസ്ക്രൈബിങ് പ്രൈസസ് എന്നാണ്. അസ്ക്രൈബ് ചെയ്യാണ്. അസ്ക്രൈബ് ഗ്രേറ്റ്നസ് ടു അവർ ലോർഡ് അവർ ഗാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ട്. അസ്ക്രൈബ് ചെയ്യാണ്. അവൻ എത്ര മഹാൻ, അവൻ എത്ര വലിയവൻ, അവൻ ആരാണോ അതിനെ ഓർത്ത് നമ്മൾ അവനെ സ്തുതിക്കുന്നതാണ്. എന്നാൽ ഡിസ്ക്രൈബിങ് പ്രൈസസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ സ്തുതിക്കുന്നതാണ് ഡിസ്ക്രൈബിങ് പ്രൈസസ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള സങ്കീർത്തനങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് സൃഷ്ടിയുടെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവൻ ആരാണ് എന്നതോർത്ത് നമുക്ക് അവനെ തീർച്ചയായിട്ടും സ്തുതിക്കാൻ പറ്റും. സൃഷ്ടിയിലൂടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു വാക്കുകൊണ്ട് എല്ലാം വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രകാശനമാണ് ശരിക്കും സൃഷ്ടി എന്ന് പറയുന്നത്. പക്ഷേ റിഡംഷൻ എന്ന് പറയുന്നത് അവൻ്റെ റിഡംഷനിൽ, അതായത് സൃഷ്ടിയിൽ അവൻ്റെ ബീയിങ്ങിൻ്റെ മഹത്വമാണ് നമ്മൾ കാണുന്നതെങ്കിൽ റിഡംഷനിൽ കാണുന്നത് അവൻ്റെ ബീയിങ്ങിൻ്റെ മഹത്വം മാത്രമല്ല, അവൻ്റെ ക്യാരക്ടറിൻ്റെ മഹത്വമാണ്, അവൻ്റെ സ്വഭാവത്തിൻ്റെ മഹത്വമാണ് നമ്മൾ എവിടെ കാണുന്നത്? വീണ്ടെടുപ്പിൽ കാണുന്നത്. കാരണം ദൈവത്തിന് ഉപേക്ഷിച്ച് കളയാമായിരുന്നു, പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? ഉപേക്ഷിച്ചില്ല. അതിന് പകരം തെറ്റിപ്പോയ മനുഷ്യനെ രക്തം കൊടുത്ത് അവൻ വിലയ്ക്ക് വാങ്ങുകയാണ്, അല്ലേ? തെറ്റിപ്പോയ മനുഷ്യനെ നമ്മൾ തന്നെയാണെങ്കിലും ഒരു വണ്ടി വാങ്ങിക്കാൻ കൊടുക്കുന്ന വിലയേക്കാൾ കൂടുതൽ അതിന് റിപ്പയറിങ്ങിന് വേണ്ടി കൊടുക്കുമോ ആരെങ്കിലും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു വണ്ടി വാങ്ങിക്കാൻ പറ്റുമെന്ന് വെച്ചോ. വണ്ടിക്ക് കേട് പറ്റിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മെക്കാനിക്ക് പറയുകയാണ് ഇത് നന്നാക്കണമെങ്കിൽ 1 കോടി രൂപയാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയും കൊണ്ട കളയി പാട്ട സാധനം, ഒരു പുതിയ വണ്ടി വാങ്ങിച്ചാൽ പോലെ 10 ലക്ഷം രൂപയ്ക്ക് ഒരു പുതിയ വണ്ടി കിട്ടും. അപ്പോഴാണ് പറയുന്നത് നന്നാക്കാൻ 1 കോടി വേണമെന്ന്. മാനുഷികമായി നമുക്കിതുപോലും ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. പക്ഷേ മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവത്തിനൊരു വാക്ക് മതിയായിരുന്നു. മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം രക്തം കൊടുക്കേണ്ടി വന്നിട്ട് കർത്താവ് പറഞ്ഞില്ല ഇത് കൊണ്ട കള, നമുക്ക് വേറൊരെണ്ണത്തിനെ അങ്ങ് സൃഷ്ടിച്ചേക്കാമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ നമുക്ക് വെളിവാകുന്നത് ദൈവത്തിൻ്റെ ക്യാരക്ടറാണ്, അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. അതായത് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ വില കൊടുത്താണ് അവൻ നന്നാക്കിയത്. ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ വില കൊടുത്താണ് അവൻ നന്നാക്കിയത്. നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് സൃഷ്ടിക്കാനൊരു വാക്ക് കൽപ്പിച്ചു. വീണ്ടെടുക്കാൻ വേണ്ടി അവൻ്റെ സ്വന്തം രക്തം അവന് കൊടുക്കേണ്ടി വന്നു. ഇറ്റ് ഈസ് ഓൾസോ ആൻ ആക്ട് ഓഫ് ലവ്. കാര്യം എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അവൻ്റെ വീണ്ടെടുപ്പ് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അതുപോലെ നമ്മളവനെ അനുസരിക്കുന്നെങ്കിൽ അതും സ്നേഹത്തിൽ നിന്നായിരിക്കണം. നമ്മുടെ ഓരോരുത്തരും തീരുമാനമാണ്. എൻ്റെ തീരുമാനം അതാണ്. ഇഫ് ഐ ഒബേ ജീസസ്, ബിക്കോസ് ഹി ക്രിയേറ്റഡ് മീ, ഹി റിഡീംഡ് മീ ഫ്രം മൈ സിൻസ് ആൻഡ് നൗ ഇറ്റ് ഈസ് മൈ പാർട്ട്. എൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഐ ക്യാൻ ഡു ഓൺലി വൺ തിങ്, ഐ ക്യാൻ ജസ്റ്റ് ഒബേ ഹിം, ദാറ്റ്സ് ഓൾ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് ചെയ്യുന്നതും അല്ലെങ്കിൽ അവൻ നരകത്തിൽ പിടിച്ചിട്ടാലോ എന്നുള്ള പേടി കൊണ്ടോ, അതല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ എനിക്ക് എന്തെങ്കിലും സ്വർണം കിട്ടുമെന്നുള്ള മോഹം കൊണ്ടോ ഒന്നുമല്ല. ഞാൻ കർത്താവിനെ അനുസരിക്കുന്നതിന് ഒറ്റ കാര്യമുള്ളൂ, ഐ ലവ് ഹിം. ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. കാര്യം എന്നെ സൃഷ്ടിച്ചത് അവൻ സ്നേഹത്തിൽ നിന്നാണ്, എന്നെ റിഡീം ചെയ്തത് സ്നേഹത്തിൽ നിന്നാണ്. അവനെ അനുസരിക്കാൻ വേണ്ടി എനിക്ക് ഒരു പ്രതിഫലവും തരണ്ട. ഞാൻ സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് 1000 ആണ്ട് വാഴ്ചയിൽ എനിക്ക് കുറേ ഏക്കർ പുരയിടം കൂടെ കിട്ടുമെന്ന് വെച്ചൊന്നും സ്നേഹിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. 1000 ആണ്ട് വാഴ്ചയിൽ നമ്മളവനെ സ്നേഹിച്ചവൻ്റെ കൽപ്പനയൊക്കെ അനുസരിച്ച് കഴിഞ്ഞാൽ എന്തോ കിട്ടും? അവിടെ കുറച്ച് ആർക്ക് വേണം ഈ പുരയിടം? 1000 ആണ്ട് വാഴ്ചയിൽ കുറേ കൂടുതൽ പുരയിടം കിട്ടാനാണ് ഇപ്പം നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നതെങ്കിൽ എന്തോ മനസ്സാണ് നിങ്ങളേത്? എനിക്കറിയില്ല. ഐ ലവ് ഹിം
ബിക്കോസ് ഹീ ലവ്ഡ് മീ. എനിക്ക് അവൻ്റെ സ്നേഹമാണ് എനിക്ക് പ്രധാനം. എനിക്കത് മതി. 1000 ആണ്ട് വാഴ്ചയിൽ എനിക്ക് പുരയുടെ വസ്തുവൊന്നും വേണ്ട. ഇനി സ്വർഗത്തിൽ പോലും എനിക്ക് കിരീടവും സിംഹാസനവും ഒന്നും വേണ്ട. എനിക്ക് ആകെപ്പാടെ യേശുവിനെ മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. അവിടെ അവൻ കിരീടം വെച്ച് തന്നാൽ ഞാൻ എന്നെ കിരീടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരീടം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ചിലപ്പം പിള്ളേർ വലിയ കാര്യമായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഓടി കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് ചോക്ലേറ്റ് കൊടുക്കും. പിന്നെ ചോക്ലേറ്റിൻ്റെ പുറകെ പോകുന്ന പോലെ. പിന്നെ നമ്മളെ വേണ്ട, എന്ത് മതി? ഒരു കളിപ്പാട്ടം കൊണ്ട്, പിള്ളേർക്കൊക്കെ ഒരു കളിപ്പാട്ടം കൊണ്ട് കൊടുത്ത് നോക്കിയത് എന്തുവാ? അതുവരെ അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ നടക്കുന്ന കൊച്ചിനൊരു കളിപ്പാട്ടം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിന് അങ്കിളിനെ വേണ്ട, ആരെ മതി? പിന്നെ കളിപ്പാട്ടം മതി. ഇതുപോലെയാണ് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു കിരീടമായി തലയിലൂടെ വെച്ച് തന്നു കഴിഞ്ഞാൽ പ്രൈസ് ലോർഡ്, ഇനിയിപ്പോൾ യേശുവിനെ നോക്കാതെ കിരീടത്തിൻ്റെ പുറകെ പോകും. അങ്ങനത്തെ സ്വഭാവമാണ് നമ്മളെ. ഇവിടെ തന്നെ അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, creation was an act of love, redemption was an act of love, and of course my obedience will be an act of love. എൻ്റെ അനുസരണം എന്ന് പറയുന്നത് തീർച്ചയായും സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കും എന്നെനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഒരുക്കിയെടുത്ത്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് പാപത്തിൽ ഞാൻ കിടക്കുമ്പോഴാണ് അവൻ എന്നെ സ്നേഹിച്ചത്. എപ്പോഴാണ്? ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴും എന്താണ് ഈ സ്നേഹത്തിൻ്റെ ഹിഡൻ പാർട്ടാണ് ഞാൻ കണ്ടത്. അതായത് ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ ഞാൻ എന്നാണ് മനസ്സിലാക്കിയത്? എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് എന്നെ സ്നേഹിച്ചിരുന്നു. ഞാൻ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ കിടന്നതായ സമയത്ത് അവൻ്റെ സ്നേഹം എനിക്ക് മറഞ്ഞിരുന്നു. അത് വെളിപ്പെട്ടത് കാൽവറി ക്രൂശിലാണെന്നേ ഉള്ളൂ. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെട്ടിരിക്കുന്ന, ഇറ്റ് ഈസ് മാനിഫെസ്റ്റഡ്. അതിൻ്റെ അർത്ഥം അന്നേരമാണ് സ്നേഹിച്ചതെന്നല്ല, എന്ത്? അത് പ്രദർശിപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അന്നേരമാണ് ഇതെനിക്ക് മനസ്സിലായതെന്നുള്ളതേ ഉള്ളൂ. അവനെന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ സ്നേഹിച്ചിരുന്നു. അവനെന്നെ സൃഷ്ടിക്കുമ്പോൾ സ്നേഹിച്ചിരുന്നു. ഞാൻ പാപം ചെയ്തപ്പോഴും അവൻ സ്നേഹിച്ചിരുന്നു. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ അവൻ ഇറങ്ങി വന്നു, അവൻ സ്നേഹിച്ചു. അപ്പോൾ എൻ്റെ റിഡംഷൻ ആക്ട്, അതായത് എൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയുടെ തുടക്കം എന്ന് പറയുന്നത് അവൻ്റെ സ്നേഹമാണ്. മറഞ്ഞിരുന്നതായ അവൻ്റെ സ്നേഹമാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ പോലും അവൻ എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ്. സോ ദ ലവ് ഈസ് ദ ഫസ്റ്റ് ആക്ട് ഓഫ് റിഡംഷൻ, ഓർ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് ലവ്. അവൻ്റെ സ്നേഹം കൊണ്ടാണ് അവനത് ഇനീഷ്യേറ്റ് ചെയ്തത് തന്നെ. ഞാൻ പറഞ്ഞല്ലോ. സോ അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത് ഈ റിഡംഷൻ പ്രോസസ്സിലെ ഒന്നാമത്തെ കാര്യം എന്താണ്? അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത്, ഈ സ്നേഹം സൃഷ്ടിച്ചപ്പോൾ അവൻ നമ്മളെ സ്നേഹിച്ച സ്നേഹവും വീണ്ടെടുത്തപ്പോൾ അവൻ നമ്മളെ സ്നേഹിച്ച സ്നേഹവും തമ്മിൽ ഒരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തിലുള്ള വ്യത്യാസമല്ല, ഈ സ്നേഹം ഇപ്പോൾ കരുണയായി വരികയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ കാരുണ്യത്തിൻ്റെ കാര്യമൊന്നും ശരിക്കും ഉണ്ടാകുന്നില്ല. ഓഫ് കോഴ്സ് ആത്യന്തികമായി എല്ലാം ദൈവകൃപ കൊണ്ടാണ് അവൻ നമ്മളെ സൃഷ്ടിച്ചതെന്ന് ശരിയാണ്. പക്ഷേ ഈ കൃപ എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? കൃപ യോഗ്യതയില്ലാത്ത സ്ഥാനത്തേക്ക് പകരപ്പെടുമ്പോഴാണല്ലോ കൃപയാകുന്നത്, അല്ലേ? ആദമിനെ ദൈവം സ്നേഹിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ആദമിനെ ദൈവം സൃഷ്ടിച്ചു, അവനെ സ്നേഹിച്ചു. ആദമിനെ ദൈവം സൃഷ്ടിച്ചു, അവനെ സ്നേഹിച്ചു. അതവൻ്റെ സ്നേഹമാണെന്ന് ചോദിച്ചാൽ യെസ്, സ്നേഹമാണ്. അത് മനസ്സലിവോ കരുണയോ കമ്പാഷനോ ഒന്നുമല്ല. എപ്പോഴാണ് അവൻ്റെ സ്നേഹം കമ്പാഷൻ ആകുന്നത് എന്ന് ചോദിച്ചാൽ, അവൻ പാപം ചെയ്തപ്പോഴാണ്. അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാതെ ഞാൻ വഴിവിട്ട് പോകുമ്പോഴാണ് അവൻ്റെ സ്നേഹം കരുണയായിത്തീരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. സൃഷ്ടിയിൽ ആദാമിനെ ദൈവം സ്നേഹിച്ച സ്നേഹമാണ്. എന്നാൽ വഴിതെറ്റിപ്പോയ ആദാമിനെ അവൻ സ്നേഹിക്കുമ്പോൾ അവൻ്റെ സ്നേഹം കരുണയാവുകയാണ്. അത് സ്നേഹമാണ്, പക്ഷെ സ്നേഹത്തിൻ്റെ കുറേ കൂടെ ആർദ്രമായ ഒരു ഭാവമാണ്. മനസ്സലിവോടെ സ്നേഹിക്കുന്ന സ്നേഹമാണ് വലിയ സ്നേഹം. എന്താണെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ലാളിക്കുന്നത് നല്ല കാര്യം അല്ലേ? നമുക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ട്. പക്ഷേ അവൻ വഴിതെറ്റിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭാവഭേദം കൂടാതെ അവനെ ലാളിക്കാൻ ഞാൻ ചെയ്യുമ്പോൾ ആ സ്നേഹം എൻ്റെ കാര്യം എനിക്ക് വേണമെങ്കിൽ ഇറക്കി വിടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ സ്നേഹിക്കുമ്പോൾ ഇന്നലെ വരെ സ്നേഹിച്ച സ്നേഹത്തേക്കാൾ ആർദ്രമായ സ്നേഹമാണ്. എന്താണ് കരുണ എന്ന് ചോദിച്ചാൽ സ്നേഹത്തിൻ്റെ ആർദ്രഭാവമാണ് കരുണ.
സ്നേഹമാണ്. പക്ഷേ ആ സ്നേഹത്തിൻ്റെ ആർദ്രഭാവമാണ് എന്ത്? കരുണ എന്നുള്ളത്. അവൻ സൃഷ്ടിയിൽ ആദമനെ സ്നേഹിച്ചു, എന്നാൽ പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴും അവനെ സ്നേഹിച്ചു. ഇപ്പോഴാ സ്നേഹം അവൻ്റെ മനസ്സലിവാണ്, ആർദ്രതയാണ്, കരുണയാണ്. ആ കാരുണ്യത്തിലേക്ക് നമുക്കറിയാമല്ലോ, പാപം ചെയ്ത വൈകുന്നേരവും ദൈവം ആദമിനോട് കൂടെ സംസാരിക്കാൻ ഇറങ്ങി വന്നു എന്നുള്ളതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി വന്നത് നല്ല കാര്യം, അതാ. പക്ഷേ അപ്പനും മക്കളും പോലെ അല്ലേ, എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി വരുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ ദൈവത്തെ മറുതലിച്ച് ദൈവം പറയുന്നത് വിശ്വസിക്കുന്നതിന് പകരം പിശാച് പറഞ്ഞത് വിശ്വസിച്ച് ദൈവത്തിൽ നിന്ന് മാറി ഇൻഡിപെൻഡൻ്റായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ആദാമിൻ്റെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് പഴം പറിച്ചു നിന്നതല്ല, അതിന് മുമ്പേ തന്നെ പാപം സംഭവിച്ചു. എന്താണ്? ഹി വാസ് ടേക്കിംഗ് എ ഡിസിഷൻ ഓൺ ഹിസ് ഓൺ. അവനിൽ തന്നെ ഒരു തീരുമാനമെടുത്തപ്പോൾ അതാണ് വാസ്തവത്തിൽ പാപം. അതുവരെയും ദൈവ സംസർഗത്തിൽ കഴിഞ്ഞ ആദാം ദൈവ സംസർഗം വിട്ടിട്ട് ഇൻഡിപെൻഡൻ്റായി. അതാണ് പാപത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കും. യേശു ഇൻഡിപെൻഡൻ്റ് ആയില്ല. അതാണ് ആദ്യത്തെ ആദവും അവസാനത്തെ ആദവും തമ്മിലുള്ള, ഒടുക്കത്തെ ആദവും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ആദ്യത്തെ ആദം പിശാചിൻ്റെ പ്രലോഭനത്തിൽ പെട്ടെന്ന് തന്നെ അവൻ ഇൻഡിപെൻഡൻ്റായി, ദൈവ സംസർഗം മാറ്റിയുള്ളത്. ഓക്കെ, അവൻ ദൈവത്തിൻ്റെ ക്യാരക്ടർ, ഹവ്വയുടെ കാര്യത്തിൽ അവൾ ദൈവത്തിൻ്റെ വാക്കുകളെ അവിശ്വസിച്ചു, ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ അവിശ്വസിച്ചു. ദൈവം പറയുന്നത് അല്ല സത്യം, അതിനേക്കാൾ സത്യം പറയുന്നത് പിശാചാണെന്ന് വിശ്വസിച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. സാത്താൻ പറഞ്ഞു, മരിക്കയില്ല നിശ്ചയം. അവൾ ആരെ വിശ്വസിച്ചു? സാത്താനെ വിശ്വസിച്ചു. അല്ലാതെ പാപം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ആ പഴം അങ്ങനെ ഇടുന്ന കൂട്ടത്തിൽ കണ്ടപ്പോൾ ഒരു കൊതിക്ക് ഒന്ന് പറിച്ച് തിന്നുപോയി, അയ്യോ അതിനാണോ ഇത്രയും വലിയ ശിക്ഷ? ആ പഴം പറിച്ച് തിന്നു എന്ന് പറയുന്നത് അവളുടെ ജീവിതത്തിൽ അവിശ്വാസത്തിൻ്റെയും അവിശ്വസ്തതയുടെയും സ്വയാശ്രയത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും ഇൻഡിപെൻഡൻസിൻ്റെയും എല്ലാം അനന്തരഫലം മാത്രമാണ് പഴം പറിച്ചു തിന്നത്. പഴം അവൾ തിന്നുന്നതിന് മുമ്പേ തന്നെ അവൾ പാപം ചെയ്തു കഴിഞ്ഞു, അല്ലേ? അങ്ങനെ ദൈവനിഷേധിയായ ആദാമിനെ തിരക്കി അന്ന് വൈകുന്നേരം ദൈവം ഇറങ്ങി വന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നതായ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹം അവനിൽ കരുണയായിട്ട് ഇറങ്ങി വരുന്നത് പറയുന്നത് കരുണയാവുകയാണ്. കരുണയായി അവിടെ ഇറങ്ങി വന്നു എന്നുള്ള ഇറങ്ങി വന്നു. അതായത് ഇന്നലെ വരെ ദൈവ സംസർഗത്തിൽ കഴിഞ്ഞ മനുഷ്യൻ ദൈവ സംസർഗത്തിൽ നിന്ന് പുറത്തു പോയപ്പോൾ ആ ദൈവ സംസർഗത്തിന് പുറത്ത് ചെന്നവനെ തിരക്കി ചെല്ലുകയാണ്. നോക്കുക, എത്ര അത്ഭുതകരമായ, അല്ലെങ്കിൽ എത്ര നമുക്ക് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സ്നേഹം മനസ്സലിവാകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ സ്നേഹം മനസ്സലിവാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ സ്വർഗത്തിൽ നിന്ന് ദൈവം ആദവും ഹവ്വയും പാപം ചെയ്യുന്നതൊക്കെ കണ്ടു, ഇല്ലേ? കണ്ടപ്പോൾ തന്നെ ഇവനെ വീണ്ടെടുക്കണം എന്ന് ദൈവം നിശ്ചയിച്ചിട്ട് ആ നിശ്ചയത്തിൻ്റെ സമയത്ത് തന്നെ കരുണയായി. ആ കരുണയുടെ ദൈവകരുണയുടെ വിഷ്വലൈസേഷനാണ്, അതിൻ്റെ ദൃശ്യതയാണ് അവൻ്റെ ഇറങ്ങി വരവിൽ നമ്മൾ കാണുന്നത്. അതായത് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടല്ല കരുണ തോന്നുന്നത്, കരുണ തോന്നിക്കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങി വന്നത്. ഞാൻ പറഞ്ഞു, സ്നേഹത്തിൻ്റെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. സൃഷ്ടിയിൽ നമ്മളെ സ്നേഹിച്ചു, എന്നാൽ വഴി തെറ്റിപ്പോയപ്പോൾ ആ സ്നേഹം ആർദ്രതയായി. ആ ആർദ്രതയിൽ നിന്നാണ് അവൻ ഇറങ്ങി വരുന്നത്, അല്ലാതെ ഇറങ്ങി വന്നപ്പോൾ അവന് മനസ്സലിവുണ്ടായതല്ല. അതുകൊണ്ട് ഇറങ്ങി വരിക എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ കാര്യമാണ്. ഇറങ്ങി വരുന്നത് കരുണയുടെ പ്രവൃത്തിയായിത്തീരുകയാണ്. അവ തേടി വരികയാണ്. ആദമേ നീ എവിടെ എന്ന് ചോദിക്കുകയാണ്. ആദമേ നീ എവിടെ? ആദമേ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ എവിടെയാണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുന്നതല്ല, നീ എവിടെ സാറ്റ് കളിച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ, നീ എവിടെ ഒളിച്ചിരിക്കുന്ന അർത്ഥത്തിലല്ല. ഞാൻ പല മെസ്സേജസിനും പറഞ്ഞിട്ടുള്ള എലി വിസൽ എന്ന് പറയുന്ന ഒരു നോബൽ പ്രൈസ് വിന്നറിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ജർമ്മൻ ജീവാണ്, എലി വിസൽ. അത് ഒരു നോബൽ പ്രൈസ് വിന്നറാണ്, ജീവ. അദ്ദേഹമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചു. ആ ഒരു ഇൻ്റർവ്യൂ തന്നെ ഒരു ബുക്കാണ്, ഒരു മാസികയ്ക്കകത്ത് കൊള്ളുന്നതല്ല, ഒരു ഇൻ്റർവ്യൂ തന്നെ ഒരു ബുക്കാണ്. ആ ബുക്കിനകത്ത് അദ്ദേഹം ഈ നാസി പട്ടാളത്തിൻ്റെ ക്രൂരതകളെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ വളരെ ഫിലോസഫിക്കലായിട്ടാണ്. അതിനകത്ത് നാസി തണങ്കൽ പാളയത്തിലുണ്ടായിരുന്ന ഒരു റബി, യഹൂദ റബിയോട്
ഞാൻ തേടി വരുന്ന സ്നേഹം, ദൈവസ്നേഹം എന്ന് പറയുന്ന എൻ്റെ മെസ്സേജിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചില കാര്യങ്ങൾ പറയുന്നത് ആ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച്, ദൈവം തേടി വരുന്ന ഒരു ദൈവം, ഈ ഭാഗമെല്ലാം അതിനകത്ത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഏലി വിസൽ പറഞ്ഞ ഒരു യഹൂദ റബി, ആ റബി ഒരു ജർമ്മൻ പോലീസുകാരൻ, നാസി പോലീസുകാരൻ കളിയാക്കിയാണ് പറഞ്ഞത്. റബി, എൻ്റെ പാരൻസും ക്രിസ്ത്യൻസ് ആയിരുന്നു, അവരൊരു ബൈബിളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. ഞാൻ കൊച്ചിലെ ബൈബിൾ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോഴത്തേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു, ആദാമേ നീ എവിടെ? നിങ്ങളൊക്കെ പറയുന്നത് ദൈവം സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണെന്നൊക്കെയാണല്ലോ. എന്നിട്ട് പിന്നെ ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം എവിടെയാണെന്നുള്ളത് ദൈവത്തിന് അറിയത്തില്ലെന്നല്ലേ? ഓ, ഇതാണോ ദൈവം? അന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വേദോസ വായന നിർത്തി. ഇങ്ങനത്തെ ചില്ലറ കാര്യങ്ങളാണല്ലോ ഈ പറയുന്നവരൊക്കെ. പലപ്പോഴും ഈ വലിയ എതിർക്കാനും പിടിക്കാനും ഒക്കെ വരുന്നവരൊക്കെ പറയുന്നത് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ യഹൂദ റബി വളരെ സ്നേഹത്തോടെ പറഞ്ഞു, മോനെ നീ സീരിയസ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാം. അവിടെ ദൈവം ആദാമിനോട് നീ എവിടെയാണ് പോയി ഒളിച്ചിരിക്കുന്നത്, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നല്ല ചോദിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക്, ഞാൻ ആ വാക്കിൻ്റെ എറ്റിമോളജിക്കൽ സ്റ്റഡീസ് നമ്മൾ നടത്തിയാൽ നമുക്ക് ഹീബ്രു ലാംഗ്വേജിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അതൊരു ഒരു ഒരു പെർപ്ലെക്സ് ആയിട്ടുള്ള ഒരു വല്ലാത്ത ഒരു വികാരത്തോടു കൂടിയുള്ളൊരു ചോദ്യമാണ്. വൈ, വാട്ട്, ഹൗ എന്നെല്ലാം കൂടെ ഒരുമിച്ച് ഒരാൾ ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. നമുക്ക് അതുപോലെ നമ്മൾ എന്താണ് ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു കാര്യം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കുകയാണ്. വേർ ആർ യു, ഹൗ ഇറ്റ് ഹാപ്പൻ, വാട്ട് ഹാപ്പൻ, വൈ, എല്ലാം കൂടെ ചോദിക്കുകയാണ്. അങ്ങനെയൊരു ചോദ്യമാണ് വേർ ആർ യു ആഡം എന്ന് ചോദിക്കുന്ന വേർ എന്ന ചോദ്യം. അത് ശരിക്കും ദൈവത്തിൻ്റെ ചങ്ക് പൊട്ടിയുള്ളൊരു ചോദ്യമാണ്. എന്നറിയാമോ? ആദമേ, ഞാൻ നിന്നെ എവിടെയാക്കിയത്, ഇപ്പം നീ എവിടെയാ? അതായത് ഞാൻ നിന്നെ എവിടെയാക്കിയോ അവിടെ അല്ലല്ലോ നിന്നെ കാണുന്നത്. വേർ ആർ യു നൗ? നിന്നെ ഞാൻ ആക്കിയത് എവിടെയാ? ഇപ്പം നീ എവിടെയാ? എന്തു പറ്റി എൻ്റെ കുഞ്ഞെ? നിനക്ക് എന്തു പറ്റി? നീ എന്തായി കാണിച്ചത്? കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അതേ ഒരു സ്നേഹം, നീ എന്തായി കാണിച്ചത് എന്ന് ചോദിക്കുമല്ലോ. ആ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു വലിയൊരു കരച്ചിലാണ്, ദൈവത്തിൻ്റെ കരച്ചിൽ. ദൈവം ആദ്യമായിട്ട് ദുഃഖിക്കുന്നത് അവിടെയാണെന്ന് എൻ്റെ ചിന്ത. ആദ്യമായിട്ട് ഇന്നും ദൈവത്തെ വിട്ട് ഓടിപ്പോകുന്ന മനുഷ്യൻ്റെ പുറകെ നടന്ന് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വൈ, വേർ, വാട്ട്, എന്ത് സംഭവിച്ചത്? എന്തിനാണ് നീ എന്നിൽ നിന്ന് ഓടിപ്പോകുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് കരുണയായിട്ടൊഴുകി വരികയാണ്. സ്നേഹം കരുണയായിട്ട് ഒഴുകി വരുന്നത് മാത്രമല്ല, അത് പ്രവൃത്തിയിലാവുകയാണ്. എന്നെ തേടി, ആദമിനെ തേടി ദൈവം ഭൂമിയിലേക്ക് വന്നു അല്ലേ? പക്ഷേ എന്നെ തേടി യേശു ഭൂമിയിലേക്ക് വന്നതിന് അതിനേക്കാൾ വലിയ ഒരു ഐ സീ സംതിങ് മോർ. വൈ? ആദം തെറ്റ് ചെയ്ത അന്ന് വൈകുന്നേരം എന്നും ഇറങ്ങി വരുന്നത് പോലെ ദൈവം ഇറങ്ങി വന്നു. അവൻ്റെ ഹൃദയം തകർന്നിരുന്നു, ശരിയാണ്. പക്ഷെ വന്ന് ഇറങ്ങി അവനോട് സംസാരിച്ചിട്ട് ദൈവം കയറിപ്പോയി. ദൈവത്തിന് വലിയ ഒരു രൂപാന്തരീകരണമൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇൻഫാക്റ്റ് ഹി വാസ് സാഡ്, ഹി വാസ് ഗ്രീവ്ഡ്, അതെല്ലാം ശരിയാണെങ്കിലും യേശു ഇറങ്ങി വന്നതുപോലെയുള്ള ഒരു സാക്രിഫൈസ് അതിനകത്തുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഏദൻ തോട്ടത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മനസ്സ് തകർന്നിരുന്നു, അവൻ മനസ്സലിഞ്ഞു, കരുണ പ്രവൃത്തിയിലായി. എന്നാൽ യേശു ഭൂമിയിലേക്ക് എന്നെ തേടി ഇറങ്ങി വന്നപ്പോൾ അവൻ ഭയങ്കര സാക്രിഫിഷ്യലായിട്ടാണ് വന്നത്. ആദമിനെ തേടി ദൈവം കരുണയോടെ ഇറങ്ങി വന്നെങ്കിൽ എന്നെ തേടി യേശു ഇറങ്ങി വന്നത് ഭയങ്കര സാക്രിഫിഷ്യലായിട്ടാണ്. അതാണ് നമ്മൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവിടെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവൻ ഇറങ്ങി വന്നപ്പോൾ ദൈവം ആദാമിന് വേണ്ടി ഇറങ്ങി വന്ന സമയത്ത് അവൻ ദാസരൂപമെടുക്കുകയോ മനുഷ്യനെ പോലെ ആവുകയോ തന്നെത്താൻ താഴ്ത്തിയോ ചെയ്യേണ്ടിയിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് നെസസറി. ബട്ട് വെൻ ജീസസ് വാസ് കമ്മിങ് ഡൗൺ,
ക്രിസ്തുവേശുള്ള ഭാവം എന്ന എൻ്റെ മെസ്സേജിനകത്ത് ഞാനിത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എത്ര ത്യാഗപൂർണമായിട്ടാണ് അവൻ ഇറങ്ങി വന്നത്, എത്രയോ ത്യാഗപൂർണമായിട്ടാണ് അവൻ ഇറങ്ങി വന്നത്. അവൻ ഒന്നാമത്തെ കാര്യം, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, എപ്പോൾ വേണമെങ്കിലും അവന് ഹീ ഈസ് ഗാഡ്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ എപ്പോൾ വേണമെങ്കിലും ഇറ്റ് വാസ് നോട്ട് ഫോർ ഹിം, ഇറ്റ് വാസ് നോട്ട് നെസസറി. അവനത് അതൊരു ഇന്നവിറ്റബിൾ ആയിരുന്നു. ഇന്നവിറ്റബിൾ ആയത് എന്നെ ഓർക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അവൻ ഒരിക്കലും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ വിട്ടുകളയേണ്ട കാര്യം ഇല്ലായിരുന്നു. നമ്മളൊക്കെ ചിലപ്പം കൂട്ടുമന്ത്രിസഭ ഉള്ളപ്പോഴത്തേക്ക് ആദ്യത്തെ 3 വർഷം ഒരു മുഖ്യമന്ത്രിയും അത് കഴിയുമ്പം വേറൊരു മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമല്ലോ. എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത്രയും നാൾ പിതാവായിരുന്നല്ലോ ഹെഡായിരുന്നത്, എന്നാൽ കുറച്ച് നാളത്തേക്ക് പുത്രൻ അങ്ങോട്ട് ഹെഡായിരിക്കുക, അങ്ങനെയൊന്നുമല്ല. അത് അവിടെ നടത്തിയ ഒരു കോളീഷൻ ഗവൺമെൻറ് നടത്തുന്നത് പോലുള്ളൊരു കാര്യമൊന്നും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദാറ്റ് വാസ് എ സാക്രിഫിഷ്യൽ ആക്ട് ഓഫ് ജീസസ്. അവൻ പിതാവിനോട് സമനാണ്. ആ സമനായ യേശു പിതാവിനോടുള്ള അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് ചിന്തിക്കാതെ വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അവൻ ഭൂമിയിലേക്ക് വന്നത് തന്നെയല്ല, അവൻ ഭൂമിയിലേക്ക് വരുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം അത് തന്നെ അവൻ്റെ വെൻ ഹീ ഈസ് ടേക്കിംഗ് ദ ഫോം ഓഫ് എ മാൻ, ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് സംതിങ് ബിഗ്, ബിക്കോസ് ഹീ ഈസ് ഗാഡ്. അവൻ ദൈവമായതുകൊണ്ട് ദാസരൂപം എടുക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ കാര്യമാണ്. പക്ഷേ വന്നപ്പോൾ അവൻ അതിൽ തന്നെ ദാസനാവുകയാണ്. റോമൻ സീസറിൻ്റെ മോളിൽ കയറി ദൈവം യേശു ഭൂമിയിലേക്ക് വന്നാലും അത് തന്നെ കർത്താവിൻ്റെ കരുണയാണ്, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ത്യാഗമാണ്. റോമൻ സീസറിൻ്റെ മോളിൽ ഒരു സിംഹാസനം വെച്ചിട്ട്, അന്ന് റോമൻ സീസറാണല്ലോ ലോകം ഭരിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ മോളിൽ ലോക ജേതാവായിട്ട് അവൻ ഇറങ്ങി വന്നാൽ തന്നെ ഉണ്ടല്ലോ, അത് ത്യാഗമാണ്. അങ്ങനെയെങ്കിൽ അതുപോലും വേണ്ടെന്ന് വെച്ച് അവൻ ഒരു ദാസനാവുമ്പോൾ, ഒരു അടിമയുടെ രൂപത്തിലേക്ക് അവൻ ഇറങ്ങി വന്നെങ്കിൽ അവൻ്റെ സ്നേഹം എത്ര അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദമിനെ തിരക്കി ദൈവം ഇറങ്ങി വന്നതിൻ്റെ 1000 മടങ്ങ് ത്യാഗപൂർണനായിട്ടാണ് യേശു എന്നെ തിരക്കി ഇറങ്ങി വന്നത്. അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഒരിക്കൽ പോലും അവൻ്റെ ദൈവിക ഭാവം മടക്കിയെടുക്കാതെ, ദൈവിക തൃത്വത്തിൽ ആ ഡിവൈൻ കൗൺസിലിൽ അവരെടുത്തൊരു തീരുമാനമുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ഒരു ദൗത്യവുമായി യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം നടന്നത് കാൽവറി ക്രൂശിലാണ്. ആ ക്രൂശിലെ മരണം വരെയും അവൻ എടുത്ത ആ ഡിവൈൻ കൗൺസിലിൻ്റെ തീരുമാനത്തിൻ്റെ കീഴിലിരുന്നവൻ ക്രൂശിലെ മരണത്തോളം അവൻ എന്തായി? അനുസരണമുള്ളവനായി തീർന്നു. ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു പക്ഷേ യേശുവിനെ ദൈവത്വത്തിലേക്ക് മടങ്ങിപ്പോകാൻ, ഓഫ് കോഴ്സ് ഈസ് ഗാഡ്, പക്ഷേ ദൈവത്തോടുള്ള സമത്വം അവന് വേണമെങ്കിൽ തിരികെ എടുക്കുക എപ്പോൾ വേണമെങ്കിൽ. കാര്യം അവൻ ഊരിവെച്ച, അവനെ കൊണ്ട് ആരും ഊരിച്ചതല്ല അവൻ്റെ മഹത്വത്തിൻ്റെ വസ്ത്രം എന്ന് പറയുന്നത്. ദൈവ സമത്വത്തിൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് അവൻ ഊരിവെച്ചത്. ഹീ എംപ്റ്റീഡ് ഹിംസെൽഫ്. അവൻ തന്നെത്താൻ താഴ്ത്തി. അവനെ ആരും താഴ്ത്തിയതല്ല, അത് മനസ്സിലാക്കണം. അവനെ ആരെങ്കിലും കുറയിച്ചതല്ല. അവൻ്റെ ദൈവസമത്വത്തിൻ്റെ വസ്ത്രം ആരെങ്കിലും ഊരിയെടുത്തതല്ല. എന്താണ്? അവൻ തന്നെത്താൻ, ഹീ എംപ്റ്റീഡ് ഹിംസെൽഫ്. എന്നിട്ടൊടുവിൽ എന്താ സംഭവിക്കുന്നത്? ക്രൂശിലെ മരണം കഴിയുന്നത് വരെ അവൻ ആ വസ്ത്രം തിരിച്ചെടുത്തിട്ടില്ല, ദൈവസമത്വത്തിൻ്റെ വസ്ത്രം. അതാണ് അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമ്മൾ കാണുന്നു. അവൻ്റെ സാക്രിഫൈസാണ്. അപ്പോൾ ദൈവം എന്നെ സ്നേഹിച്ചു, സൃഷ്ടിയിലും അതിനു മുമ്പേ അവൻ എന്നെ സ്നേഹിച്ചു. അവൻ്റെ സ്നേഹം ആർദ്രതയായി, മനസ്സലിവുള്ളവനായി, കരുണയുള്ളവനായി. ആ കരുണ പ്രവൃത്തിപഥത്തിലാക്കാൻ വേണ്ടി അവൻ ഇറങ്ങി വന്നു. ഹി കെയിം ഡൗൺ. എന്നാൽ അവൻ ഇറങ്ങി വന്നതൊരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ്. എന്ത് ദൗത്യമാണ്? വിടുവിക്കുക എന്ന ദൗത്യം. ഹി വോണ്ടഡ് ടു സെറ്റ് അസ് ഫ്രീ. കൊലോസ്യ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം
നമ്മൾ വായിക്കുമ്പോൾ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹീ ഡെലിവേർഡ് അസ് ഓർ സെറ്റ് അസ് ഫ്രീ, ഹു ഡെലിവേർഡ് അസ് ഔട്ട് ഓഫ് ദ പവർ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ട്രാൻസ്ലേറ്റഡ് അസ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ദ സൺ ഇൻ ഓഫ് ഹിസ് ലവ്. ഇവിടെ ഈ രണ്ട് വാക്കുകൾ, അതായത് വീണ്ടെടുപ്പ് എന്ന വാക്കും വിടുവിക്കുക എന്ന വാക്കും രണ്ടർത്ഥമുണ്ട്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. വലിയ വ്യത്യാസമായിരിക്കത്തില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന ഭാഗം, അതായത് ഇത് ഓരോന്നും എന്താണ്, നമ്മൾ വലിച്ച് കീറി പഠിച്ചില്ലെങ്കിൽ നിങ്ങളെ കർത്താവ് സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോൾ അതെന്താ പഠിക്കാതെ വന്നത് അന്നുമല്ല. ഇതിൻ്റെ ഓരോ വാക്കും നിങ്ങൾ പഠിച്ച് പരീക്ഷ പാസ്സാകണമെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവം ഒരു അവസരം തരുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊന്നും അറിയാൻ വയ്യാത്ത ആരും രക്ഷിക്കപ്പെട്ടതല്ലെന്നല്ല അർത്ഥം. ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ചിലപ്പോൾ ആളുകൾക്ക്, ഞാൻ ഒരിക്കൽ സ്നാനത്തെക്കുറിച്ചൊരു ക്ലാസ് പാസ്റ്റേഴ്സിന് എടുത്തപ്പോഴത്തേക്ക് പാസ്റ്റർമാരിൽ പലരും പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ ഇതൊന്നും അറിഞ്ഞോണ്ടൊന്നുമല്ല സ്നാനപ്പെട്ടതെന്ന്. അപ്പോൾ ഇതൊന്നും അറിയാതെ സ്നാനപ്പെട്ടത് കൊണ്ട് എന്തുവാ ഇനി ഒന്നുകൂടെ സ്നാനപ്പെടണമെന്നാണ് അവരുടെ ചോദ്യം. അതൊന്നും വേണ്ട, പക്ഷേ അതറിയുന്നതാണ് നമുക്ക് നല്ലത്, നമുക്കത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ എല്ലാവരും നരകത്തിൽ പോകുന്നുള്ള ഒന്നും ആരും ചിന്തിക്കണ്ട. പക്ഷേ ഇതറിയാൻ കഴിയുന്നത് എന്തോ ഒരു നല്ല കാര്യമാണല്ലേ. എനിക്കാണെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കും, ഒത്തിരി വർഷങ്ങളായി പണ്ടോട്ടേ ഓടിക്കും. ഈ വണ്ടി ഓടിക്കും എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ഒരു സ്വിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇത് നന്നാക്കാനായിട്ട് എനിക്കറിയില്ല. ഇതിൻ്റെ ഫങ്ഷനോ ഇതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷനോ ഒന്നും എനിക്ക് ഒരു പിടിയില്ല. എന്ന് വെച്ചുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്നില്ല. ഞാൻ വണ്ടി ഓടിക്കും, പക്ഷേ എനിക്കിതൊന്നും അറിയില്ല. ചിലർക്ക് അങ്ങനെയല്ല, മുഴുവനും അറിയും. വണ്ടി ഓടിക്കുകയും ചെയ്യും, അതിനകത്തെ എന്ത് പറ്റിയാലും അത് ശരിയാക്കുകയും ചെയ്യും ഇല്ലേ. അപ്പോൾ ശരിയാക്കാൻ അറിയത്തില്ലെങ്കിലും വണ്ടി ഓടിക്കുന്നതിന് കുഴപ്പമില്ലെങ്കിലും അറിയാമെങ്കിൽ നല്ലതായി. എവിടെയെങ്കിലും നിന്ന് പോയി കഴിഞ്ഞാൽ ഇതൊന്നും നന്നാക്കാമല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ പഠിച്ചില്ലെന്ന് വെച്ചുകൊണ്ട് നമ്മളാരും നരകത്തിൽ പോകുന്ന ആരും ചിന്തിക്കേണ്ട. അതുകൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് പഠിക്കുന്നവർ എല്ലാം ഒരു ഗ്രൂപ്പും, അല്ലാത്ത ഇതറിയാത്തവരെല്ലാം മറ്റൊരു ഗ്രൂപ്പായിട്ടൊന്നും ആരും ചിന്തിക്കേണ്ട. പക്ഷേ ഇതൊക്കെ അറിയാമെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു പാളിച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നന്നാക്കിയെടുക്കാം. അത് തന്നെയല്ല, വണ്ടിയുടെ പണി അറിഞ്ഞിട്ട് വണ്ടി ഓടിക്കുന്ന ആൾ വണ്ടിയുടെ പണിയോട് അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായും നല്ല കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഈ ജീവിതം ജീവിക്കുന്നവരായിരിക്കാം, പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ വേർതിരിച്ചറിയുന്നത് നമുക്ക് പ്രയോജനമാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് തന്നെയല്ല, ഓഫ് കോഴ്സ് ഇത് പഠിക്കുമ്പോഴാണ് കർത്താവിനോട് നമുക്ക് സ്നേഹം കൂടുതലുണ്ടാകുന്നത്. ഇറ്റ്സ് സംതിങ് ബിഗ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ എപ്പോഴും നമുക്ക് എന്ത് വേണം, നമ്മൾ ആരാണ്, എന്താണ്, എന്ത് സംഭവിച്ചു, കർത്താവ് നമ്മളെ വീണ്ടെടുത്തപ്പോൾ അദൃശ്യ ലോകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. അത് വീണ്ടെടുപ്പിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ കാര്യമാണ്. അത് ഞാൻ വീണ്ടെടുപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം 3 കാര്യമാണ് പറഞ്ഞത്. ഒന്നാമത് നമ്മളെ സ്നേഹിച്ചു, അവൻ്റെ സ്നേഹം കരുണയായി തീർന്നു. ആ കരുണ പ്രയോഗത്തിലായതാണ് അവൻ ഇറങ്ങി വന്നത്. എന്നാൽ ഇറങ്ങി വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്. ഹി കെയിം ഹിയർ ടു സെറ്റ് അസ് ഫ്രീ ഫ്രം ദ പവർ ഓഫ് സൈറ്റൻ. വീണ്ടെടുപ്പ് വീണ്ടും വരുന്നുണ്ട്. നമ്മൾ വിടുവിക്കപ്പെടുന്നില്ലെങ്കിൽ വീണ്ടെടുപ്പ് സാധ്യമല്ല. അപ്പോൾ വിടുവിക്കപ്പെടുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ഘടകം. പക്ഷേ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ വിടുവിച്ചിട്ടാണ് നമ്മളെ വീണ്ടെടുക്കുന്നത്. വിടുവിച്ചില്ലെങ്കിൽ നമ്മളെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. എന്താണ് ആ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ആ ഒരു പ്രോസസ്സ് നമ്മൾ വിശദമായിട്ട് ഇന്നിവിടെ പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ആ പ്രോസസ്സിൻ്റെ ആദ്യ പടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ ആക്കുക എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് ഫ്രീ ആക്കേണ്ടത്? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നാണ് ഫ്രീ ആക്കേണ്ടത്. അതായത് ഓഫ് കോഴ്സ് കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ, ആദമിനെ തിരക്കി ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നുമല്ലെങ്കിൽ അവൻ കയറി അങ്ങോട്ട് ചെന്ന് നിൽക്കുകയാണ്. അവന് വേണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ദൈവം വന്നതെന്ന് എൻ്റെ ചിന്ത. എന്നാൽ എൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഡിഫറൻ്റാണ്. ആദാമിൻ്റെ പാപം ഇങ്ങനെ മുഴുത്ത് വന്നിട്ട് ഞാനിപ്പോൾ പിശാചിൻ്റെ കെട്ടിനകത്താണ്. അതായത് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ഞാൻ പറഞ്ഞത്, ആദാമിൻ്റെ കാര്യത്തിൽ അന്ന് ഒരു പക്ഷേ അവൻ അനുദപിച്ചിരുന്നെങ്കിൽ അവന് പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒറ്റയടിക്കാൻ കയറി ചെല്ലാമായിരുന്നു. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇതിങ്ങനെ വന്ന് ഞാനിപ്പോൾ എങ്ങനെയായി തീർന്നു? ഇവൻ്റെ കോട്ടയ്ക്കകത്ത് കിടക്കുകയാണ്, ചെളിക്കുഴിക്കകത്ത് കിടക്കുകയാണ്, എൻ്റെ കാലേ ചങ്ങല കിടക്കുകയാണ്, ഞാൻ അവൻ്റെ അടിമയായിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യേശു കർത്താവ് എന്നെ വീണ്ടെടുക്കാനായിട്ട് ഇറങ്ങി വരുന്നത്.
ഇറങ്ങി വന്നപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കർത്താവിൻ്റെ പുറകെ നടന്നപ്പോൾ പിശാച് എന്നെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് പോയതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കർത്താവ് വന്ന് അവൻ്റെ ശക്തിയോടുകൂടെ പിശാചിനെ തോൽപ്പിച്ച് എന്നെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. യേശു മരിക്കേണ്ട കാര്യമൊന്നും അതിന് ഇല്ല. പക്ഷേ ഇതെന്താണ്? ഞാൻ ചൂസ് ചെയ്തത്, ഞാൻ പാപം ചൂസ് ചെയ്തു. ഞാൻ പിശാചിനോട് പറഞ്ഞു, നീയാ എനിക്ക് വേണ്ടത്, നിന്നെയാ ഞാൻ നോക്കിയിരുന്നത്. കാര്യം ഈ യേശുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, എനിക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരികയാണ്. എൻ്റെ ജഡത്തിന് ഇഷ്ടമായതെല്ലാം, അതാണ് നമ്മളിവിടെ കണ്ടത്. നേരത്തെ നിങ്ങൾ എന്താണ് എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗത്തിൽ എന്താണ്, നമ്മൾ എങ്ങനെ നടന്നെന്ന്, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ, 2-ാമത്തെ വാക്യം മുതൽ, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അല്ലാതെ അവൻ എന്നെ പിടിച്ചുകൊണ്ട് പോയതല്ല, ഞാൻ അവനെ അനുസരിച്ച് നടക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം അവൻ എനിക്ക് തരുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. അതായത് എനിക്കെൻ്റെ ജഡത്തിൻ്റെ മോഹങ്ങൾ നിർവഹിക്കണമെങ്കിൽ യേശുവിൻ്റെ പുറകെ പോയാൽ പറ്റത്തില്ലെന്നറിഞ്ഞതുകൊണ്ട്, പിശാചിൻ്റെ സാമ്രാജ്യത്തിലാണ് ഇതിനുള്ള സ്വാതന്ത്ര്യം എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ പിശാചിൻ്റെ സാമ്രാജ്യത്തിലേക്ക് ചെന്ന് കയറിയതാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം, ഞാൻ ചെന്ന് കയറിയതാണ്, അല്ലാതെ അവനെന്നെ പിടിച്ചോണ്ട് പോയതല്ല. മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട്, നോക്കുക, ഐ വാസ് ഡൂയിങ് ഇറ്റ്. എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്തത്? പിശാച് എന്നെ കൊണ്ട് അടിമവേല ചെയ്യിക്കുമൊന്നും ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ഇഷ്ടം കൂടി അവൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ കാലയിൽ ഒരു ചങ്ങല ഇട്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ചങ്ങലയിട്ട് വലിച്ചവൻ്റെ പാളയത്തിലേക്ക് എന്നെ കൊണ്ടുപോയതല്ല. അവൻ്റെ പാളയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ കാലയിൽ ഒരു ചങ്ങല ഇട്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഞാൻ എന്നെ തന്നെ പിശാചിന് എഴുതിപ്പിക്കുകയായിരുന്നു. ചെന്നപ്പോഴേ അവൻ പറഞ്ഞു, എൻ്റെ കൂടെ വരികയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് എൻ്റെ കൂടെ വരികയാണെങ്കിൽ എനിക്ക് എഴുതി തരണം. പാപം ചെയ്യുന്നവനൊക്കെയും പിശാച് എന്ന പിതാവിൻ്റെ മകൻ. പാപം ചെയ്യുന്നവൻ പിശാചിനൊരു ബോണ്ട് എഴുതി കൊടുക്കുകയാണ്. ഐ ബിലോങ് ടു യു എന്നൊരു ബോണ്ട് എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ പാപം ചെയ്ത് അവൻ്റെ പാളയത്തിൽ അവൻ്റെ വകയായി ജീവിച്ചത് കൊണ്ടാണ്. ദൈവം സൃഷ്ടിച്ചപ്പോൾ ഞാൻ അവൻ്റെ വകയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വകയായിരുന്ന ഞാൻ ഇനി നിൻ്റെ വകയാണെന്ന് പിശാചിന് എഴുതി കൊടുത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴാരുടെ വകയാണ്? പിശാചിൻ്റെ വകയാണ്. അതുകൊണ്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നിട്ട് കരുണയോടുകൂടി അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് നേരെ ചെന്ന് പിശാചിനോട് യുദ്ധം ചെയ്തിട്ട് എന്നെ പിടിച്ചോണ്ട് പോരുകയല്ലായിരുന്നു. ഇവൻ നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ നിനക്ക് എന്ത് കടപ്പെട്ടിട്ടുണ്ട്? പിശാച് പറയുന്നു, അവൻ പാപിയാണ്, അവൻ മരിക്കണം, അവൻ എൻ്റെ കൂടെ വരണം. അതാണ് സാജുവിനുള്ള മോചനത്തിനുള്ള. അപ്പോൾ എൻ്റെ മരണമെന്ന് പറയുന്നത് സ്വാഭാവികമായി, അതുകൊണ്ടാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ സ്വാഭാവികമായ ഒരു കോൺസിക്വൻസ് ആണ്. അല്ലാതെ വേറെ ഒന്നുമല്ല, സ്വാഭാവികമായ കോൺസിക്വൻസ് ആണ്. കർത്താവ് അവൻ്റെ മരണം കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവൻ മരിച്ചുകൊണ്ട്, അവൻ്റെ മരണമല്ല അവൻ്റെ ജീവൻ കൊടുത്തിട്ട്, ഹി വാസ് ഗിവിങ് ഹിസ് ലൈഫ് ആൻഡ് സേവിങ്, അവൻ്റെ ജീവൻ കൊടുത്തിട്ട് എന്താണ്, എന്നെ ജീവിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ മാറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു ക്രിസ്തുവിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. നമ്മൾ പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 1:18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ആ രക്തം എന്ന് പറയുന്നത് ദൈവനീതിയെ സമാധാനിപ്പിക്കാൻ. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മെ അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ആക്കി നിർത്തേണ്ടതിന്, ഇല്ലേ? അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മളെ കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും എൻ്റെ കളങ്കത്തിൻ്റെ പാട് ബാക്കി കിടക്കാൻ പറ്റില്ല. ഞാൻ പിശാചിന് എന്നെ എഴുതി കൊടുത്ത ബോണ്ട് അവൻ്റെ ഇരിക്കരുത്. ആ ബോണ്ട് അവൻ്റെ ഇരിക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവൻ വന്നിട്ട് പറയും, അവനെ തന്നെ എനിക്ക് എഴുതി തന്നതാണെന്ന് പറയും.
അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ, എന്നെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ എഴുതി കൊടുത്ത ബോണ്ടൂടെ പിടിച്ചുകൊണ്ട് പോയെങ്കിലേ എന്നെ വിശുദ്ധനായി ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവിനെ നിർത്താൻ പറ്റുള്ളൂ. അല്ലാതെ പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് കാര്യമില്ല. എന്നെ വിശുദ്ധനായി ദൈവത്തിൻ്റെ സന്നിധി നിർത്തേണ്ടതിന് വേണ്ടിയാണ് യേശു കർത്താവ് ഇത്ര വലിയ വില കൊടുത്തത്. അല്ലെങ്കിൽ എന്നെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ദൈവത്തിന് ഇത്ര വില കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ എന്നെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് അവൻ അവകാശമൊന്നും ബാക്കിയില്ലാത്ത നിലയിൽ വിടുവിച്ചു കൊണ്ടുപോരാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, വിടുവിച്ചു പോരാനാണ്. അതുകൊണ്ടാണ് അവൻ കയറിപ്പോയതാണ്. ഞാനിത് പറയുമ്പോൾ എപ്പോഴും ഓർക്കും, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്, അല്ലാതെ പിടിച്ചുകൊണ്ട് പോയതല്ല. നമ്മൾ ഇറങ്ങിപ്പോയതാണ്. നമ്മൾ അവൻ്റെ പിശാചിൻ്റെ ഭവനത്തിൽ ചെന്ന് കയറിയതാണ്. ഞാനിത് മനസ്സിലാക്കാനായിട്ടൊരു ഉദാഹരണ സാധനം പറയാനുണ്ട്. പണ്ട് ഒരു ജോണി എന്ന് പറഞ്ഞൊരു പയ്യൻ, അവനൊരു പട്ടിക്കുട്ടിയെ വളർത്തിക്കൊണ്ടിരുന്നു. നല്ലൊരു പട്ടിക്കുട്ടി. ഈ പട്ടിക്കുട്ടിയെ വളർത്തി ഇവനിങ്ങനെ പട്ടിക്കുട്ടിയെ സ്നേഹിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരു ദിവസം ഈ പട്ടിക്കുട്ടി എന്തോ കുസൃതി കാണിച്ച് ഇവൻ നല്ലൊരു അടി കൊടുത്തു. അടി കൊടുത്തു കഴിഞ്ഞപ്പം ഈ പട്ടിക്കുട്ടി ചിന്തിച്ചു, ഇവിടെ നിന്നാൽ ഇനിയും ചിലപ്പം അടി കിട്ടും. അതുകൊണ്ട് തക്കം കിട്ടിയപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ, അവിടെ നിന്ന് സ്ട്രീറ്റിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി വലിയൊരു വീട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ മതിലിനകത്ത് ഇവൻ അകത്ത് കിടന്നവൻ വലിയൊരു തടിമാളനാണ്. അവൻ ചെന്നപ്പോഴത്തേക്ക് ഇറച്ചി കൊടുത്തു, ബിസ്ക്കറ്റ് കൊടുത്തു, പാല് കൊടുത്തു, ബാ കുഞ്ഞെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അകത്ത് കയറ്റി. അവൻ ചിന്തിച്ചു, ഈ യജമാനൻ എന്തൊരു യജമാനാ, ജോണിക്കുട്ടി ആയിരുന്നെങ്കിൽ എന്നെ ഇപ്പോൾ തല്ലിയേനെ. അപ്പോൾ ജോണിക്കുട്ടിയുടെ തല്ല് കിട്ടാതിരിക്കുകയും ചെയ്യും, നല്ല ഭക്ഷണവും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇയാളുടെ കൂടെ കൂടിയേക്കാമെന്ന് വെച്ച് ഈ പട്ടിക്കുട്ടി ഈ പുതിയ യജമാനൻ്റെ കൂടെ കൂട്ടി. അങ്ങനെ കൂടി ജോണിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. ജോണിക്കുട്ടി നോക്കി, അവിടെ നോക്കി, ഇവിടെ നോക്കി, പക്ഷേ പട്ടിക്കുട്ടിയെ കാണാനില്ല. അവനിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. എവിടെയാണ് പട്ടിക്കുട്ടി എന്നുള്ളതിനെക്കുറിച്ച് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. കാണാൻ പറ്റുന്നില്ല. അനേക ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഈ വീട്ടിൽ ആദ്യത്തെ സ്വീകരണമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം തൊട്ട് ഈ പട്ടിക്കുട്ടിയെ തല്ലാനും പിടിക്കാനും ആകെപ്പാടെ അത് അനുഭവിക്കാവുന്ന ദോഷമെല്ലാം അനുഭവിക്കാൻ തുടങ്ങി. ഇതിന് ഭക്ഷണം കിട്ടാതായി. ആദ്യം കിട്ടിയ ഭക്ഷണമേ ഉള്ളൂ, പിന്നെ ഭക്ഷണമൊന്നും കിട്ടിയില്ല. ഭക്ഷണം കിട്ടുന്നില്ല, ആകെപ്പാടെ വല്ലാത്ത ഒരു സ്റ്റേജ്. അങ്ങനെ ഒരു ദിവസം ജോണിക്കുട്ടി ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ മതിലിനകത്തൂടെ ഈ പട്ടിക്കുട്ടി അവിടെ നിൽക്കുന്നത് കണ്ടു. ഉണങ്ങി, ക്ഷീണിച്ച്, ഇങ്ങനെ ആർക്ക് കരുണ തോന്നുമെന്നുള്ള നിലയിൽ നോക്കിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ജോണിക്കുട്ടി പെട്ടെന്ന് ഇതിനെ പേര് വിളിച്ചപ്പോഴത്തേക്ക് ഇതിങ്ങനെ നോക്കി. അപ്പം മനസ്സിലായി ഇത് അവൻ്റെ പട്ടിക്കുട്ടിയാണെന്നുള്ള മനസ്സിലാക്കി. അവൻ ഈ ആളിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ പട്ടിക്കുട്ടിയാണ്, അതുകൊണ്ട് എനിക്കിതിനെ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിൻ്റെ പട്ടിക്കുട്ടി ആയിരുന്നിരിക്കും, പക്ഷേ ഇപ്പം നിൻ്റെ അല്ല. കാരണം ഇത് ഞാൻ പിടിച്ചുകൊണ്ട് പോകുന്നൊന്നുമല്ല, ഞാൻ എന്ത് ചെയ്തതാണ്, ഇതെൻ്റെ വീട്ടിൽ വന്നു കയറി ഞാൻ ഭക്ഷണം കൊടുത്ത് നിർത്തിയ പട്ടിക്കുട്ടിയാണ്, ഇതിനെ എനിക്ക് വേണം. ഇതെൻ്റെ പട്ടിക്കുട്ടിയാണ്, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇത്രയും നാൾ നോക്കിയതല്ലേ, എനിക്കിതിന് 5000 രൂപ വേണം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ജോണിക്കുട്ടിയുടെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഉള്ള പൈസയൊന്നും ഇല്ല, കൊച്ചു ചെറുക്കനല്ലേ. അവൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവൻ പോയി. അവൻ അന്ന് വരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അവൻ്റെ ടോയ്സ്, എല്ലാ കാര്യങ്ങളും വിറ്റിട്ട് ഈ 5000 രൂപ ഇവൻ്റെ കൊണ്ട് കൊടുത്തു. പട്ടിക്കുട്ടി വിടാൻ പറഞ്ഞു. ഞാൻ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നാൽ തടിമാടൻ പറയുകയാണ്, കൊണ്ടുപോകാം, പക്ഷെ ഒരു കാര്യം, ഈ 5000 രൂപയ്ക്ക് ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിനെ കെട്ടിയിരിക്കുന്ന ചങ്ങല ഞാൻ പൊട്ടിച്ചു തരാം. അത് നിൻ്റെ കൂടെ വരുന്നെങ്കിൽ നിൻ്റെ പട്ടി, ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ പട്ടി. അത് നിൻ്റെ കൂടെ വരികയാണെങ്കിൽ നിൻ്റെ പട്ടി. അത് നീ 5000 രൂപ എനിക്ക് തന്നു, അതുകൊണ്ട് ഞാനെന്ത് ചെയ്യുന്നു, ഞാനിനി ചങ്ങല ഇടുന്നില്ല. അത് നിൻ്റെ കൂടെ വരുന്നെങ്കിൽ നിൻ്റെ പട്ടി, ഇവിടെ നിൽക്കുന്നെങ്കിൽ എൻ്റെ പട്ടി. എങ്ങനെയുണ്ട്? ഇതാണ് വാസ്തവത്തിൽ അധികാരത്തിൽ നിന്ന് വിടുവിക്കുക എന്ന് പറയുന്നത്. യേശു കർത്താവ് വില കൊടുത്തത് കൊണ്ട് ഇനി പിശാചിന് എൻ്റെ മേൽ ചങ്ങലയിടാൻ കഴിയില്ല. പക്ഷേ എനിക്ക് വേണമെങ്കിൽ പിശാചിൻ്റെ കൂടെ ഇനി വേണമെങ്കിലും നിൽക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇനി വേണമെങ്കിൽ എനിക്ക് എവിടെ തന്നെ നിൽക്കാം, പിശാചിനോട് നിൽക്കാം. പക്ഷേ പിശാചിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചങ്ങലയിടാൻ പറ്റത്തില്ല. ഇതുപോലെ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് സകല മനുഷ്യരുടെയും സകല പാപങ്ങൾക്കും വേണ്ടിയുള്ള വില കൊടുത്തു കഴിഞ്ഞു. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ വിശ്വാസികളുടെ മാത്രം പാപങ്ങൾക്ക് വേണ്ടിയാണോ കർത്താവ് മരിച്ചത്? അല്ല, ലോകത്തിലെ സകല മനുഷ്യരും.
അവർ ഹിന്ദുക്കളാണെങ്കിലും കള്ളന്മാരാണെങ്കിലും കൊള്ളക്കാരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും വിഗ്രഹാരാധികളാണെങ്കിലും കൈകൊട്ടി പാട്ട് പാടുന്നവരാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചത്. എല്ലാവരുടെയും പാപങ്ങളുടെ ശിക്ഷ കർത്താവ് കാൽവറി ക്രൂശിൽ ഏറ്റെടുത്തു. എന്നിട്ടും എല്ലാവരും ഇന്ന് യേശുവിൻ്റെ കൂടെ അല്ലല്ലോ. എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണം കൊണ്ട് ചങ്ങല പൊട്ടി. പക്ഷേ യേശുവിൻ്റെ പിന്നാലെ പോകാനുള്ള തീരുമാനം ഓരോരുത്തരും എടുക്കണം. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കണം. പക്ഷേ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഇനി ചങ്ങലയില്ല. ഇനി ലോകത്തിൽ ഒരു മനുഷ്യനെയും പിശാചിന് കൈയടക്കി വെക്കാൻ കഴിയില്ല. കാര്യം ചങ്ങല പൊട്ടിപ്പോയി. ഇനി പിശാചിൻ്റെ കൂടെ ഒരുത്തൻ നിൽക്കുന്നെങ്കിൽ അത് അവൻ്റെ ചോയ്സാണ്, അവൻ്റെ ചോയ്സാണ്. അതുകൊണ്ടാണ് അന്ധകാരത്തിൻ്റെ അല്ലെങ്കിൽ യേശു വില കൊടുത്ത് വാങ്ങി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹി സെറ്റ് അസ് ഫ്രീ എന്ന് പറയുന്ന ആ വേദഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്: ഇനിയിപ്പോൾ ഇരുട്ടിൻ്റെ അധികാരം അവൻ്റെ മേൽ ഇല്ല, എൻ്റെ മേൽ ഇരുട്ടിൻ്റെ അധികാരമില്ല. പക്ഷേ വെളിച്ചത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ലെങ്കിൽ എനിക്ക് വീണ്ടും വേണമെങ്കിൽ എങ്ങനെ തന്നെ കഴിയാം? ഈ ഇരുട്ടിൽ തന്നെ കഴിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും ന്യായവിധി, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത്. ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ പിശാചിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ റീസണേ ഉള്ളൂ: കർത്താവ് വിടുവിക്കാഞ്ഞിട്ടല്ല, നമ്മൾ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നതായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയാണ്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത